ഓക്കെ, അപ്പം നമുക്ക് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഈ അൽഗോരിതം എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ദ ആക്ച്വൽ മീനിങ് ഓഫ് അൽഗോരിതം? നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്തിടാൻ പറ്റുമോ? ആക്ച്വൽ മീനിങ് എന്താണ്, റഫായിട്ട് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഒരു സീക്വൻസ് ഓഫ് സ്റ്റെപ്സ്. ആക്ച്വലി അൽഗോരിതം ഈസ് എ സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ടു അച്ചീവ് സംതിങ്. അച്ചീവ് സംതിങ് എന്ന് പറഞ്ഞാൽ അച്ചീവ് സംതിങ് യൂസിങ് കമ്പ്യൂട്ടർ. അപ്പം എ സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ദാറ്റ് ആർ യൂസ്ഡ് ഫോർ അച്ചീവിങ് എ പർട്ടിക്കുലർ ടാസ്ക്. ഇത് അതിൻ്റെ റഫായിട്ടുള്ള ജനറൽ ഡെഫിനേഷൻ ഞാൻ പിന്നെ പറയാം. അപ്പൊ ഇതിനെപ്പറ്റി ഇതാദ്യം ഇതിന്റെ പേര് വരാൻ കാര്യം ഈ മാത്തമാറ്റീഷ്യനാണ്, ഇത് പേർഷ്യൻ മാത്തമാറ്റീഷ്യനാണ്, അൽ-ഖുറൈസ്മി എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഈ അൽ-ഖുറൈസ്മിയുടെ പേരിൽ നിന്ന് അദ്ദേഹം എഴുതിയൊരു ബുക്കുണ്ട് അൽഗോരിതത്തിനെ പറ്റിയിട്ട്. ആ ബുക്കിൽ നിന്നാണ് ആക്ച്വലി ഈ അൽഗോരിതം എന്ന് പറയുന്ന പേര് വരുന്നത്. അപ്പൊ അൽഗോരിതം ഇപ്പൊ ഈ പറഞ്ഞ പോലെ സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ആണ് ടു അച്ചീവ് എ പർട്ടിക്കുലർ ടാസ്ക് എന്ന് മാത്രം. അപ്പൊ ഇതിന് ചില എലമെന്റ്സ് പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, there may or may not be an input എന്നാണ് പറയുന്നത്. may not be പറയുന്നത് എന്താണെന്ന് ഞാൻ പിന്നെ പറയാം. ഏതായാലും ഇപ്പൊ ഇങ്ങനെ വിചാരിക്കുക, ഇൻപുട്ട്, പിന്നെ ഔട്ട്പുട്ട്, എഫക്റ്റീവ്നെസ്, ഫൈനൈറ്റ്നെസ്, ഡെഫിനിറ്റ്നെസ്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നത്. അതായത് ഒരു ഇൻപുട്ട് കൊടുക്കുക, ഒരാൾ ഔട്ട്പുട്ട് കൊടുക്കുക, പിന്നെ ഫൈനൈറ്റ് സ്റ്റെപ്സിനകത്ത് ദാറ്റ് അൽഗോരിതം മസ്റ്റ് ബി കംപ്ലീറ്റ്. അതായത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് ഒരു അൽഗോരിതം പോകാൻ പാടില്ല. അതാണ് ഫൈനൈറ്റ് എന്ന് പറയുന്നത്. ഡെഫിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതിനെ പറ്റി നമുക്കൊരു സംശയം ഉണ്ടായത്. അതായത് എ ഈസ് ഈക്വൽ ടു 0. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയാം, എ ഈസ് ഈക്വൽ ടു 0 ഓർ 5. ഈ രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് അൽഗോരിതത്തിൽ പറ്റുകയില്ല. ചില സിറ്റുവേഷനിൽ ഇപ്പൊ നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് ഇതുപോലത്തെ അൽഗോരിതംസ് വരുമ്പോൾ നമ്മൾ ഹ്യൂറിസ്റ്റിക്സ് കൊണ്ട് ഇത് സോൾവ് ചെയ്യുന്നുണ്ട്. എങ്കിലും ആക്ച്വലി നോർമൽ കേസിൽ ദിസ് ഇസ് നോട്ട് പോസിബിൾ. അതാണ് അവിടെ ഒരു ആംബിഗ്വിറ്റി പാടില്ല, ഡെഫിനിറ്റ് ആയി. പിന്നെ അതുപോലെ തന്നെ എഫക്റ്റീവ് ആയി ഒരു സാധാരണ ഒരാൾക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റാം. അപ്പം ഇൻപുട്ട് വേണം, ഔട്ട്പുട്ട് വേണം, ഡെഫിനിറ്റ് ആയിരിക്കണം, എഫക്റ്റീവ് ആയിരിക്കണം, അങ്ങനെ കുറച്ച് പ്രോപ്പർട്ടീസ് ഇതിനകത്ത് പറയും. Algorithm is a sequence of steps to achieve something, and it must have at least input, output. It must be definite, as well as finite and effective. അതായത് ഫൈനൈറ്റ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, നമ്പർ ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് മസ്റ്റ് ബി ലിമിറ്റഡ്. അതായത് അത് അൽഗോരിതത്തിന്റെ കോംപ്ലക്സിറ്റിക്ക് ഇനിയിപ്പം നമ്മൾ കാണും, അൽഗോരിതത്തിന് പല കോംപ്ലക്സിറ്റി വരുന്നുണ്ട്. If the number of statements in an algorithm is too large, the complexity is high. Complexity high ആണ്, inefficient algorithm. Number of statements കുറവാണെങ്കിൽ അത് efficient ആണ്. അൽഗോരിതത്തിന്റെ എഫിഷ്യൻസിയുടെ ഒരു പാരാമീറ്റർ ആണ് നമ്പർ ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്. അപ്പൊ അങ്ങനെ ഇത്രയും കാര്യങ്ങൾ വേണം. പിന്നെ കുറെ അൽഗോരിതത്തിന്റെ ഇപ്പൊ ഈ പറഞ്ഞതിന്റെ കമ്പോണൻസ് ആണ് ഇൻപുട്ട്, ഔട്ട്പുട്ട്, ഡെഫിനിറ്റ്, ഫൈനൈറ്റ്, എഫക്റ്റീവ്. എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും പറ്റണം. ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ വിത്തിൻ ഒരു ലിമിറ്റഡ് സ്റ്റേറ്റ്മെന്റ്സിൽ വേണം. ഡെഫിനിറ്റ് എന്ന് പറഞ്ഞ് അതുപോലെ തന്നെ ഫൈനൈറ്റ് ആണ്, എഫക്റ്റീവ് ആണ്. ഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ അംബിഗ്വസ് ആകരുത്. ഇൻപുട്ട് 0 ഓർ മോർ ഇൻപുട്ട്, അതുപോലെ തന്നെ ഔട്ട്പുട്ടും. ഇത്രയും കാര്യങ്ങൾ ഇതിന്റെ ബേസിക് ഇതായിട്ട് അൽഗോരിതത്തിനെ പറ്റി പറയും. ഈ അൽഗോരിതം വാസ് ഫസ്റ്റ് പ്രിപ്പയർഡ് ബൈ ദ മാത്തമാറ്റീഷ്യൻ അൽ-ഖുറൈസ്. ഇതൊക്കെ നിങ്ങളുടെ നോട്ട്സിൽ ഇപ്പം നോക്കുമ്പോൾ ഇതേപോലെ വരും. ഞാൻ കാണിക്കാം, എൻ്റെ പിന്നെ നോട്ട്സ് അയച്ചു തരാം ഉണ്ട്. പിന്നെ ഇത്രയും കാര്യങ്ങളുണ്ട് അൽഗോരിതവും അതിന്റെ സ്റ്റേറ്റ്മെന്റും. അൽഗോരിതം എന്താണ്? ഇനി അതിനകത്ത് അൽഗോരിതത്തില് ഒരു ഏരിയാസ് പറയുന്നത് ഡിവൈസ് ആണ് അൽഗോരിതം. അത് അതിന്റെ ഫസ്റ്റ് സ്റ്റേറ്റ് ഇതാണ്. ഒരു അൽഗോരിതം ആദ്യം ഡിവൈസ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഒരു അൽഗോരിതം യു മസ്റ്റ് ഡെവലപ്പ് ആൻ അൽഗോരിതം.
ഈ അൽഗോരിതം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് പിന്നെ ഇത് ചെയ്യണം, എന്താ ചെയ്യേണ്ടത്, ഇത് അനലൈസ് ചെയ്യും. ആ അൽഗോരിതം പവർഫുൾ ആണോ എന്ന് അനലൈസ് ചെയ്യും. അത് കഴിഞ്ഞ് ഇതിനെ എന്താ പറയണ്ടേ, ടെസ്റ്റ് ചെയ്യും. അപ്പം അൽഗോരിതം ഡെവലപ്പ് ചെയ്യണം, അനലൈസ് ചെയ്യണം, ടെസ്റ്റ് ചെയ്യണം. അപ്പൊ അൽഗോരിതത്തിന്റെ ഏരിയാസ് ആണ് വരുന്നത്. ഒരു അൽഗോരിതം ഇത് ചെയ്യുക, പിന്നെ ഇത് ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനകത്ത് എവാലുവേഷൻ വരുന്നുണ്ട്. അൽഗോരിതം ഡെവലപ്പ് ചെയ്യുക, യു ഹാവ് ടു എവാലുവേറ്റ് ദാറ്റ് വൺ, പിന്നെ ടെസ്റ്റ് ചെയ്യണം, ഇങ്ങനെ. കാരണം എന്താണെന്ന് വെച്ചാൽ for a same program, for a same problem, there may be number of algorithms. These algorithms will differ in their complexity and efficiency. അപ്പൊ എപ്പോഴും നമ്മൾ എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട് നിൽക്കുകയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ an efficient algorithm may be a complicated one. അപ്പൊ ഒരു സാധാരണ യൂസർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് അതിന്റെ ഏരിയാസ് ആയിട്ട്. പിന്നെ ഞാനിപ്പോ പറഞ്ഞു ടൈം കോംപ്ലക്സിറ്റിയും സ്പേസ് കോംപ്ലക്സിറ്റി. ഇവിടെ മുതൽ അതിന്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് തുടങ്ങും. ടൈം കോംപ്ലക്സിറ്റി മീൻസ് ടൈം ടേക്കൻ ബൈ ആൻ അൽഗോരിതം ടു എക്സിക്യൂട്ട് ദാറ്റ് പെർട്ടിക്കുലർ ടാസ്ക്. ഇപ്പൊ ഒരു അൽഗോരിതം, അതിന് കുറെ ഇത് പറയുന്നുണ്ട്, അൽഗോരിതത്തിന് എത്ര ടൈം എടുക്കും. ആ ടൈം എടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പേസും അതുപോലെ തന്നെ. സ്പേസിന്റെ കാര്യത്തിൽ വലിയൊരു വേരിയേഷൻ വരികയില്ല, കാരണം മെമ്മറി അതിനകത്ത് വേരിയബിൾസിന്റെ മെമ്മറി വെച്ചിട്ടാണ് അത് വരുന്നത്. എങ്കിലും ടൈമിന്റെ കാര്യത്തിൽ വലിയ വേരിയേഷൻ. ഈ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ പഠിച്ചിട്ടുണ്ടായിരിക്കും സ്കൂളിൽ വെച്ച്, പോളിനോമിയൽ ഇക്വേഷന്, അതുപോലെ കുറെ ഇക്വേഷൻസ് ഉണ്ട്, ലീനിയർ ഇക്വേഷൻ. അപ്പൊ ഈ അൽഗോരിതത്തിന്റെ കോംപ്ലക്സിറ്റി അതെങ്ങനെ കാണുന്നു ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. കോംപ്ലക്സിറ്റി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ നമ്പർ ഓഫ് എന്താ പറയണ്ടേ, ഓരോ സ്റ്റേറ്റ്മെന്റിനും എത്ര നമ്പർ ഓഫ് സ്റ്റെപ്സ് യൂസ് ചെയ്യുന്നു നോക്കും. ഇപ്പൊ ഒരു വൈൽ ലൂപ്പ്, സപ്പോസ് എ വൈൽ ലൂപ്പ്. ഈ വൈൽ ലൂപ്പില് അത് എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യും, അതുപോലെ ഒരു ഫോർ ലൂപ്പ് എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റെപ്സ് എടുക്കും. ഈ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റെപ്സ് എടുത്തു കഴിഞ്ഞിട്ട് ആ നമ്പർ ഓഫ് സ്റ്റെപ്സ് എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ, ഇപ്പം വൈൽ ഐ ഗ്രേറ്റർ ദാൻ എൻ എന്ന് പറയുമ്പോൾ അത് n+1 ടൈമിൽ എക്സിക്യൂട്ട് ചെയ്യും. കാരണം ഐ ഗ്രേറ്റർ അതല്ലാത്ത കണ്ടീഷൻ കൂടെ ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ n+1 ടൈമിൽ അത് എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള എല്ലാ സ്റ്റേറ്റ്മെന്റിനെ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ടോട്ടൽ എണ്ണം കിട്ടും. ഫോർ എക്സാമ്പിൾ, സംടൈംസ് ഇറ്റ് മേ ബി 2n+1. ഈ രീതിയിലായിരിക്കും. അതിപ്പോ എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. 2n+1 എന്നുള്ള രീതിയിലായിരിക്കും കിട്ടുന്നത്. ദാറ്റ് ഇസ് എ പോളിനോമിയൽ ഇക്വേഷൻ. ചിലപ്പോൾ അത് 1 എന്നായിരിക്കും കോൺസ്റ്റന്റ്. പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ അത് n³ അല്ലെ e⁻n ഇങ്ങനെ പോകും. ഇപ്പൊ n³ എന്ന് പറയാൻ ക്യൂബിക് ആയി, പിന്നെ n² പോളിനോമിയല്, പിന്നെ ഇതുപോലെ തന്നെ എക്സ്പോണൻഷ്യൽ e⁻n. എക്സ്പോണൻഷ്യൽ ഒക്കെ ആകുമ്പോഴത്തേന് ദാറ്റ് അൽഗോരിതം ഈസ് ഓൾമോസ്റ്റ് ഇൻഎഫിഷ്യന്റ്. പക്ഷെ പല കേസിലും, ഉദാഹരണത്തിന് പറഞ്ഞാൽ ഈ ട്രാവലിംഗ് സെയിൽസ് പേഴ്സൺ പോലത്തെ അൽഗോരിതംസിൽ, അതെല്ലാം നിങ്ങൾക്കുണ്ട്. ട്രാവലിംഗ് സെയിൽസ് പേഴ്സൺ പോലത്തെ അൽഗോരിതത്തില് പിന്നെ ദാറ്റ് മേ ബി ആണ് എക്സ്പോണൻഷ്യൽ കോംപ്ലക്സിറ്റി. അപ്പൊ അത് അങ്ങനെ. പിന്നെ സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്പേസ് കോംപ്ലക്സിറ്റി എത്ര സ്പേസ് എടുക്കും, വേരിയബിൾസ് എടുക്കും. അതിന് ഒരു പ്രത്യേക രീതി ഉണ്ട് അതിന്റെ. അതെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മളത് കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് കോൺസ്റ്റന്റ് വാല്യൂസിന്റെ സ്പേസ് എടുത്ത് 0 ആയിട്ട് കാണിക്കും, വേരിയബിളിന്റെ കാണിക്കും. ഇപ്പൊ എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അസിംപ്റ്റോട്ട്. ഈ അസിംപ്റ്റോട്ടിക് ഇതെന്ന് പറയുന്നത്, അസിംപ്റ്റോട്ടിക് അൽഗോരിതം എന്ന് പറയുമ്പോൾ അതിനകത്ത് പിന്നെ 2-3 നൊട്ടേഷൻസ് പറയും. തീറ്റ നൊട്ടേഷൻ, ഒമേഗ നൊട്ടേഷൻ, ഗാമ നൊട്ടേഷൻ, ഡെൽറ്റ നൊട്ടേഷൻ, അങ്ങനെ കുറെ നൊട്ടേഷൻ. ഇത്രയേ ഉള്ളൂ. ഒമേഗ നൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ഒമേഗ, അതുപോലെ ബിഗ് ഒ. ഒമേഗ നൊട്ടേഷൻ, ഒമേഗ ആണ് അത് കിട്ടുന്നതെങ്കിൽ, കോംപ്ലക്സിറ്റി കിട്ടുന്നതെങ്കിൽ ദാറ്റ് അൽഗോരിതം ഈസ് എഫിഷ്യന്റ്. ദാറ്റ് ഈസ് മിനിമം നമ്പർ ഓഫ് സ്റ്റേറ്റ്മെന്റ് കൊണ്ടാണ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യുക. ബിഗ് ഒ നൊട്ടേഷൻ ആണെങ്കിൽ അപ്പർ ബൗണ്ട്, നമ്പർ ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് വളരെ കൂടുതലായിട്ട്. പിന്നെ തീറ്റ നൊട്ടേഷൻ. പിന്നെ ഇതേ കേസ് വെച്ച് തന്നെ നമ്പർ ഓഫ് സ്റ്റേറ്റ്മെന്റ് വെച്ച് തന്നെ ഒരു അൽഗോരിതത്തിന് ബെസ്റ്റ്, ആവറേജ്, വേസ്റ്റ് എന്ന രീതിയിൽ പറയും. അതില് ബെസ്റ്റ് കേസിലായിരിക്കും മിനിമം നമ്പർ ഓഫ് സ്റ്റേറ്റ്മെന്റ് വരുന്നത്, ബെസ്റ്റ്. പിന്നെ വേസ്റ്റ് ഉണ്ട്, ആവറേജ് ഉണ്ട്. ആവറേജ് ഇപ്പൊ അങ്ങനെ അധികം ആരും എടുക്കാറില്ല, കാരണം ആവറേജും ബെസ്റ്റും ഈക്വൽ ആണെന്നാണ് പുതിയൊരു കൺസെപ്റ്റ്.
പിന്നെ ഇതിനകത്ത് വരുന്നതാണ് പ്രൊസീജിയർ. പ്രൊസീജിയർ ഇസ് വെരി സെയിം ആസ് ദ ഫംഗ്ഷൻ. ഫംഗ്ഷന്റെ അറിയാമല്ലോ, നിങ്ങൾ BC ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. അതിന്റെ സിന്റാക്സ് തന്നെ ഇവിടെ റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, ആർഗ്യുമെന്റ്. ഇവിടെ പ്രൊസീജിയർ നെയിം ഇതെന്നുള്ളതേ ഉള്ളൂ. GCD കാണുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്, അത് നിങ്ങളുടെ ബുക്കിലുണ്ട്, അത് നമുക്കൊന്ന് നോക്കാം. അപ്പം പ്രൊസീജിയർ. പിന്നെ റിക്കർഷൻ. റിക്കർഷൻ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ കോളിംഗ് ഇറ്റ്സെൽഫ്. ഫംഗ്ഷൻ കോളിംഗ് അനദർ ഫംഗ്ഷൻ അല്ല, ഫംഗ്ഷൻ കോളിംഗ് ഇറ്റ്സെൽഫ്. അതായത് ഇപ്പൊ ഫാക്ടോറിയൽ എക്സാമ്പിൾ പറഞ്ഞാല് ഇങ്ങനെ നമ്മളൊന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫാക്ട് n ഈസ് ഈക്വൽ ടു n ഇൻറ്റു ഫാക്ട് ഓഫ് n മൈനസ് 1. എന്നിട്ട് മേലൊരു കണ്ടീഷൻ പറയും, വൈൽ n ഈക്വൽ ടു 0 എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ പറഞ്ഞിട്ട് ആ കണ്ടീഷൻ വരെ എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ അവിടെ ഓരോ സമയം ഇത് ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് നടക്കുന്നത്. അപ്പം ഇവിടെ ഫംഗ്ഷന് ആ ഫംഗ്ഷനെ തന്നെ കോൾ ചെയ്യാം. ഫംഗ്ഷൻ പുറത്തുള്ള ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യല്ല, ഈ ഫംഗ്ഷൻ കോളിംഗ് ഇറ്റ്സെൽഫ്. അത് റെക്കർസീവ് ഫംഗ്ഷനാണ്. റെക്കർസീവ് ഫംഗ്ഷനെ പറ്റി കുറെ ഐഡിയാസ് നിങ്ങൾക്ക് ഇതിനകത്ത് വരും. പിന്നെ ഉള്ളതാണ് ഇതിനകത്ത് ടെക്നിക്സ് ഉണ്ട്, അതുപോലെ തന്നെ ടൈപ്സും. ടൈപ്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പിന്നെ സോർട്ടിംഗ് ഉണ്ട്, സോർട്ടിംഗ് ഉണ്ട്, സെർച്ചിങ് ഉണ്ട്, പിന്നെ എന്താ പറയണ്ടേ, സ്ട്രിങ്ങിന്റെ ഉണ്ട്, കോർഡിനേറ്ററിക്സ് ഉണ്ട്, ഗ്രാഫ് ഉണ്ട്, ജോമെട്രി. ഈ സോർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോർട്ട് ചെയ്യുക എന്നുള്ളത്, സോർട്ട് ചെയ്യുക. പക്ഷെ ആ സോർട്ടിങ്ങിന് തന്നെ പല വിധത്തിലുള്ള എന്താ പറയണ്ടേ ഇതുകളുണ്ട്. സോർട്ടിങ്, ക്യുക്ക് സോർട്ട് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ മെർജ് സോർട്ട് ഉണ്ട്, ലീനിയർ ഉണ്ട്, അതുപോലെ സെർച്ചിങ്, ബൈനറി സെർച്ച് ഉണ്ട്, ലീനിയർ സെർച്ച് ഉണ്ട്. അപ്പൊ സോർട്ടിങ് ഒരു ടൈപ്പ് അൽഗോരിതം, സെർച്ചിങ് വേറൊരു ടൈപ്പ് അൽഗോരിതം. ഇതേപോലെ തന്നെ പിന്നെ സ്ട്രിങ്ങിന്റെ അൽഗോരിതം ഉണ്ട്. സ്ട്രിങ്ങിന്റെ അൽഗോരിതം കൂടുതലും ടെക്സ്റ്റ് മാനിപ്പുലേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കോമ്പിനേറ്ററിക്സ്, അവിടെ പല സൊല്യൂഷൻസ് ഒന്നിച്ചു. പിന്നെ ഗ്രാഫിക്കൽ അൽഗോരിതം, ഇത് കൂടുതലും വരുന്ന ആനിമേഷൻ അതുപോലത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്രാഫിക്കൽ അൽഗോരിതം. നിങ്ങൾ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, അതിനകത്തെ പല അൽഗോരിതത്തിനെ നമ്മൾ ഗ്രാഫിക്കൽ അൽഗോരിതം എന്ന് പറയും. പിന്നെ ജോമെട്രിക് അൽഗോരിതം, ഇപ്പൊ ഒരു പെയർ ഓഫ് പോയിന്റ്സ്, മിനിമം ഡിസ്റ്റൻസ് ഉള്ള രണ്ട് പെയർ ഓഫ് പോയിന്റ്സ് കണ്ടുപിടിക്കാനായിട്ട് ഒരു അൽഗോരിതം ഉണ്ടെന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് ജോമെട്രിക് അൽഗോരിതം. അപ്പൊ ഇത്രയും ടൈപ്പ് അൽഗോരിതംസ് ഉണ്ട്. പിന്നെ ടെക്നിക്കുകളുണ്ട്. വണ്ണ് ഇപ്പം ഡിവൈഡ് ആൻഡ് കോൺകർ, അതിനെ പൊതുവെ നമ്മൾ D&C എന്ന് പറയും. ഡിവൈഡ് ആൻഡ് കോൺകർ. ഒരു വലിയ പ്രോഗ്രാം എടുത്തു കഴിഞ്ഞിട്ടാൽ, ഒരു വലിയ പ്രോബ്ലം എടുത്തിട്ട് അതിനെ പലതായിട്ട് കട്ട് ചെയ്തിട്ട് സ്മോളർ മൊഡ്യൂൾസ് ആക്കിയിട്ട് അതിലെല്ലാം എന്ത് ചെയ്യും, അൽഗോരിതം അപ്ലൈ ചെയ്തിട്ട് ഇത് അവസാനമായിട്ട് കമ്പൈൻ ചെയ്തുകൊണ്ടിരിക്കും. മാക്സിമം മിനിമം ഒക്കെ കാണുന്നിടത്ത് അത് ചെയ്യുന്നുണ്ട്, കാണിക്കാം. അതായത് ഒരു വലിയ സെറ്റ് എടുത്തിട്ട് അതിനെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ആദ്യത്തെ രണ്ടെണ്ണത്തിന്റെ മാക്സിമം എടുക്കും, പിന്നെ അതിന്റെ മാക്സിമം മറ്റേ മാക്സിമം കൂടി എടുക്കും, അങ്ങനെ ഗ്രാൻഡ് ഇത് മാക്സിമം കാണും. അതാണ് ഡിവൈഡ് ആൻഡ് കോൺകർ എന്ന് പറയും. അതായത് സ്മോൾ മൊഡ്യൂൾസ് എടുത്തിട്ട് ആ സ്മോൾ മൊഡ്യൂൾസിനെ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ അൽഗോരിതം അപ്ലൈ ചെയ്തിട്ട് ടോട്ടൽ ഇതിലേക്ക് കൊണ്ടുവരും. പിന്നെ മറ്റൊരു അൽഗോരിതം പറയുന്നതാണ് പിന്നെ ഗ്രീഡി അൽഗോരിതം. ഗ്രീഡി അൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ലുക്കിംഗ് ഫോർ എ സബ്സെറ്റ്. ഒരു സെറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, ഫ്രം ദാറ്റ് സെറ്റ് വി ആർ ലുക്കിംഗ് ഫോർ എ സബ്സെറ്റ് ദാറ്റ് വിൽ അച്ചീവ് ദി സൊല്യൂഷൻ. നിങ്ങൾക്ക് നാപ്സാക്ക് പ്രോബ്ലം എന്ന് പറഞ്ഞൊരു പ്രോബ്ലം ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. നാപ്സാക്ക് പ്രോബ്ലത്തിൽ അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്ന് കാണിച്ചു തരാം. അതായത് ഒരു വലിയ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ സെറ്റിലെ ഒരു പർട്ടിക്കുലർ ഇത് എടുത്തു കഴിയുമ്പോഴത്തേന് ഒരു സബ്സെറ്റ് അതിനെ സോൾവ് ചെയ്താൽ അതാണ് ഗ്രീഡി അപ്രോച്ച്. ഡൈനാമിക് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ അത് ടേബിളിൽ വാല്യൂസ് സ്റ്റോർ ചെയ്യും. ടേബിളിൽ വാല്യൂസ് സ്റ്റോർ ചെയ്തിട്ട് ഈ മറ്റുള്ള ഈ കമ്പ്യൂട്ടേഷൻ എല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് ഒരു ഫൈനൽ കമ്പ്യൂട്ടേഷനിലേക്ക് കൊണ്ടുവരും. ഇത് ഡിവൈഡ് ആൻഡ് കോൺകറിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫങ്ഷൻസിനെ വിളിക്കും. ഇവിടെ അങ്ങനല്ല, കണ്ടിന്യൂസ് ആയിട്ട് ഫങ്ഷൻസിനെ വിളിക്കുകയല്ല, ഇവിടെ ടാബുലേറ്റ് ചെയ്യുക. ഓരോരോ സ്മോൾ സൊല്യൂഷൻസ് ടാബുലേറ്റ് ചെയ്ത് അവസാനം ഒരു എൻറ്റയർ സൊല്യൂഷൻ ആയിട്ട് കിട്ടും.
ഇതാണ് ഡൈനാമിക്കിലുള്ളത്. അപ്പൊ ഡൈനാമിക് അൽഗോരിതം. പിന്നെ ഉള്ളത് ബാക്ക് ട്രാക്കിംഗ്. ബാക്ക് ട്രാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു ട്രീ, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളുടെ അതിനകത്തുള്ള നിങ്ങളുടെ ബുക്കിലുള്ള ഒരു ഇത് ക്യൂൻസ് പ്രോബ്ലം ആണ്. ഇപ്പം ഇപ്പൊ അത് പറയാൻ ക്യൂൻസ് പ്രോബ്ലം ഇപ്പൊ പറഞ്ഞാൽ ഇത് തോന്നും, അത് പറയുന്നില്ല. നമ്മളൊരു കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ മൊത്തം ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. മൊത്തം ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ സൊല്യൂഷനിലെ എറർ ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള എല്ലാ പിന്നെ നോഡുകളും ഉള്ള ഒരു ട്രീ ആണ്. അങ്ങനെ ഒരു ട്രീ നമുക്ക് ഇവിടെ ഉണ്ടാക്കണ്ട, ഞാൻ ഒരു എക്സാമ്പിളിന് പറയാണ്. അതും കഴിഞ്ഞിട്ട് എന്നിട്ട് നിങ്ങൾ ഓരോരോ ഈ നോഡുകൾ ഐഡന്റിഫൈ ചെയ്യും. എവിടെ ഈ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന നോഡുകളെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യും. ആ നോഡുകൾക്ക് താഴോട്ട് നമ്മുടെ അൽഗോരിതം പോകുന്നു. അപ്പം സം പെർട്ടിക്കുലർ നോഡ്സ് അവിടെ our conditions are satisfied, അല്ലെങ്കിൽ some particular nodes where our conditions are not satisfied. അപ്പൊ പി എന്നൊരു നോഡിൽ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ പിക്ക് താഴോട്ടുള്ള ഒരു നോഡിലും അത് സാറ്റിസ്ഫൈ ചെയ്യുക. ആ വിധത്തിലാണ് അൽഗോരിതത്തിന്റെ വർക്ക്. അപ്പൊ പിന്നെ അത്രയും നോഡ് പോകുന്നു. ഇത് കണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ടോട്ടൽ ഒരു 1000 നോഡ് സപ്പോസ് യു ആർ ഗോയിങ് ടു ക്രിയേറ്റ്, then out of that 1000 you can get the answer only by searching 20 or 30 nodes. ഇതാണ് ബാക്ക് ട്രാക്കിങ്ങിന്റെ ഇത്. നിങ്ങളുടെ ക്യൂൻസ് പ്രോബ്ലം എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, അതിൽ ഈ ബാക്ക് ട്രാക്കിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ബ്രാഞ്ച് ആൻഡ് ബൗണ്ട്. ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് ഒരു ഇതുപോലെ തന്നെ ഒരു ഗ്രാഫിക്കൽ അപ്രോച്ച് ആണ്. അവിടെ ഏതാണ്ട് ഇതുപോലെ തന്നെ നമ്മളൊരു വലിയ ഇതുണ്ടാക്കിയിട്ട് എല്ലായിടത്തോട്ടും ബ്രാഞ്ച് ചെയ്ത് പോകാതെ ഒരു എന്താ പറയണ്ടേ അപ്പർ വാല്യൂ എന്ന് പറഞ്ഞു, സി വാല്യൂ എന്നൊക്കെ പറഞ്ഞ 2 വാല്യൂസ് ഉണ്ട്. ഈ വാല്യൂസ് വെച്ച് നമ്മൾ അതിന് താഴോട്ട് പോകാതെ അവിടെ നിർത്തും. ബാക്ക് ട്രാക്കിങ്ങിൽ കൃത്യമായിട്ട് ബാക്ക് ട്രാക്കിംഗ് അങ്ങനെയല്ല, ഒരു പർട്ടിക്കുലർ പോയിന്റ് നിർത്തി കഴിഞ്ഞ് താഴോട്ട് എക്സ്പാൻഡ് ചെയ്യുന്നില്ല. ഇത് ഇച്ചിരി എക്സ്പാൻഡ് ചെയ്ത് നോക്കിയിട്ട് ബാക്കിലേക്ക് എടുക്കും. അപ്പൊ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പൊ ഇതിന് ഇച്ചിരി എഫിഷ്യൻസി കുറവുമാണ് ബ്രാഞ്ച് ആൻഡ് ബൗണ്ട്. അങ്ങനെ പിന്നെ നിങ്ങൾ പറയുന്ന ഒരു ഐഡിയ ആണ് ഡിറ്റർമിനിസ്റ്റിക് ആൻഡ് നോൺ ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതം. ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ നെക്സ്റ്റ് പോയിന്റ് വിൽ ബി. അതായത് ഇനി എയിൽ നിന്ന് ബിയിലേക്ക് പോകാൻ ഉള്ള ഇത് ഏതാണെന്ന് നിങ്ങൾക്കറിയാം എങ്കിൽ ഡിറ്റർമിനിസ്റ്റിക് ആണ്. ഈ ഡിറ്റർമിനിസ്റ്റിക് അല്ലാത്ത അൽഗോരിതംസ്, അത് ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ കണ്ടിട്ട് കാണുകയില്ല. അങ്ങനെ അല്ലാത്ത അൽഗോരിതംസ് ആണ് ഇതിനകത്ത് നിങ്ങളുടെ ബുക്കിൽ അതിന് സ്റ്റോക്കാസ്റ്റിക് എന്ന് പറയും, നോൺ ഡിറ്റർമിനിസ്റ്റിക് എന്നും പറയും. അപ്പൊ നോൺ ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതം എന്ന് പറയുന്നത് ഈ സംഭവം. അപ്പൊ നമുക്ക് ഇതിന്റെ ഒന്നുകൂടെ ഒന്ന് അതിന്റെ ഇതെല്ലാം കൂടെ ഒന്ന് പ്രസന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടും. ഇപ്പോഴേ ഇത്രയേ ഉള്ളൂ. ഒന്നുകൂടെ ഞാൻ പറയാണ്, സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ടു അച്ചീവ് എ ടാസ്ക്. അപ്പം ആ ഒരു അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചോണോ, ആ വേർഡ് സീക്വൻസ് ആയിരിക്കും. ആ സ്റ്റെപ്സ് സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ആണ് ഒരു പർട്ടിക്കുലർ ടാസ്കിനെ അച്ചീവ് ചെയ്യാൻ. അപ്പം സീക്വൻസ് എന്നുള്ള ഒരു വേർഡ് അത് എപ്പോഴും മനസ്സിലുണ്ടാകണം. സീക്വൻസ്, ഈ സീക്വൻസ് ഇനി കൂടുതൽ സമയത്ത് ഈ സീക്വൻസ് എന്നുള്ളത് വരും. അപ്പം ഇതിനകത്തുള്ളത് ഒരു 0 or more ഇൻപുട്ടാണ്. ഒരു ഇൻപുട്ടും ഇല്ലാതെ കൊടുക്കുക. അപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിങ്ങളുടെ ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു അൽഗോരിതം, അവിടെ നമ്മൾ യാതൊരു ഇൻപുട്ടും കൊടുക്കുന്നില്ല. നേരെ വെച്ച് A+B കണ്ട റിസൾട്ട് കാണാനുള്ളതാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എയും ബിയും ഇൻപുട്ട് കൊടുക്കും, ഉറപ്പായിട്ടും ഔട്ട്പുട്ട് ഉണ്ടാവും. പിന്നാണ് ഞാൻ പറഞ്ഞത് എഫക്റ്റീവ് ആയിരിക്കണം. എഫക്റ്റീവ് ആയിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അൽഗോരിതം എഫിഷ്യന്റ് ആകുമോ അല്ലെങ്കിൽ വളരെ പവർഫുൾ ആയിട്ട് കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുകയോ മാത്രം ചെയ്തിട്ട് കാര്യമില്ല. ദാറ്റ് മസ്റ്റ് ബി ഹാൻഡിൽഡ് ബൈ എ നോർമൽ യൂസർ. അതാണ് എഫക്റ്റീവ് എന്നത്. ഒരു നോർമൽ യൂസർക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതർവൈസ് ആ അൽഗോരിതം ഇൻഎഫക്റ്റീവ്. അതായത് എഫിഷ്യൻസിയോ പിന്നെ എന്താ പറയേണ്ടത്
മറ്റേ സൊല്യൂഷന്റെ സ്പീഡിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് പലപ്പോഴും വരുന്നത് യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണമെന്നാണ് ഇപ്പൊ ഇതിന്റെ ഈ സിറ്റുവേഷനിൽ എനിക്ക്. പിന്നെ ഡെഫിനിറ്റ് ആയിരിക്കണം. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ മുമ്പേ പറഞ്ഞ പോലെ A is equal to 0 or 5 ആ രീതി കാണിക്കാൻ പാടില്ല. മനസ്സിലായല്ലോ? A is equal to 0 or 5 എന്നുള്ള രീതിയിൽ കാണിക്കാൻ പാടില്ല. പിന്നെ ഫൈനൈറ്റ് ആയിരിക്കണം. അങ്ങ് അനന്തമായിട്ട് ഇൻഫിനിറ്റ് ആയിട്ട് നീണ്ടുപോകാൻ പാടില്ല. മിനിമം ടൈമിൽ, അതാണ് ആൽഗോരിതത്തിന്റെ എഫിഷ്യൻസിയുടെ വേറൊരിത്. മിനിമം ടൈമിലൂടെ ഇത് വരണം. ഇതാണ് അതിന്റെ ഏരിയാസ്. ആദ്യം അൽഗോരിതം ഡിവൈസ് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക, എന്നിട്ട് ഇത് വാലിഡേറ്റ് ചെയ്യുക. അൽഗോരിതം വാലിഡേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ഇതുകളുണ്ട്. അൽഗോരിതം വാലിഡേഷൻ എന്ന് പറഞ്ഞ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. അതായത് പല ഇൻപുട്ട് കൊടുത്ത് നോക്കിയിട്ട് പല വിധത്തിലുള്ള ഇൻപുട്ടുകൾ കൊടുത്ത് അതിന്റെ ഔട്ട്പുട്ടിനാണ്. അപ്പൊ വാലിഡേഷനകത്ത് അത് വർക്ക് ചെയ്യുമെന്ന് മാത്രമല്ല നോക്കുന്നത്, എഫിഷ്യന്റ് ആയിട്ട് ഇന്ന ടൈമിനകത്ത് വെദർ ദാറ്റ് വിൽ ഗീവ് ഓർ നോട്ട്, അതാണ്. പിന്നെ വാലിഡേറ്റ് ചെയ്യുക, പിന്നെ അനലൈസ് ചെയ്യുക. അനലൈസ് ചെയ്യുക എന്ന് പറയുന്നതാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതിനെ ഇപ്പൊ നിങ്ങൾക്ക് പറയാം, ഞങ്ങൾ പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആകാത്താണ് അസിംറ്റോട്ടിക് നൊട്ടേഷൻ എന്ന് പറയാം. ഒന്നുമില്ല, അസിംറ്റോട്ടിക് നൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്പർ ഓഫ് സ്റ്റെപ്സ് എടുത്തിട്ട് അതിൽ നിന്നൊരു ഇതെടുത്ത് അത് വെച്ചിട്ട് അത് കുറെ നൊട്ടേഷൻ ഉണ്ട്. തീറ്റ, ബിഗ് ഓ, അതുപോലെ തന്നെ ഒമേഗ. അപ്പൊ ബിഗ് ഓ ആണോ ഒമേഗയാണോ എന്ന് നോക്കി അപ്പൊ നമുക്ക് കിട്ടുന്നത് അതിനൊരു ഡെഫിനേഷൻ ഉണ്ട്. ആ ഡെഫിനേഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് കിട്ടും. ഒമേഗ ആണ്. ഇപ്പൊ നമുക്ക് ഒരെണ്ണം കണ്ടു 2n+1. 2n+1 എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ നോക്കണം ഒമേഗയാണോ അല്ലെങ്കിൽ അത് പിന്നെ ബിഗ് ഓ ആണോ. അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ അപ്പൊ ഒമേഗ ആണെങ്കിൽ സംഗതി എഫിഷ്യന്റ് ആണ്, മിനിമം നമ്പർ ഓഫ് ലോവർ ബൗണ്ടാണ്. നേരെ വെച്ച് ബിഗ് ഓ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം സ്റ്റെപ്പ് ആണ്. പക്ഷെ ബിഗ് ഓ ആയതുകൊണ്ട് എപ്പോഴും അത് നമുക്ക് അൽഗോരിതം വാലിഡേറ്റ് ചെയ്യുമ്പോൾ യു കനോട്ട് റിജക്ട് ദാറ്റ്, there may not be another algorithm. അപ്പൊ പിന്നെ മറ്റ് കൺസ്ട്രെയിൻസ് നോക്കും, സ്പേസ് കോംപ്ലക്സിറ്റി കൊടുത്ത് നോക്കും. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞത്. ടൈം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനകത്ത് ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ മിനിമം നമ്പർ ഓഫ് സ്റ്റെപ്സ്, പിന്നെ ആവറേജ് ഒരു അതായത് ഇപ്പൊ n എലമെന്റ്സ് ഉള്ള ഒരു ഇതാണെന്ന് വിചാരിക്കുക. അപ്പൊ ഒരു ബെസ്റ്റ് എപ്പോഴും അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയല്ല. ഇപ്പൊ നിങ്ങളുടെ ബുക്കിൽ അത് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ലീനിയർ സെർച്ച് നടത്തും. സപ്പോസ് there are n elements. അപ്പൊ ഒരു നമ്പർ കൊടുത്തിട്ട് അതുണ്ടോ എന്ന് നോക്കി ലീനിയർ സെർച്ച് നടത്തുമ്പോൾ നിങ്ങൾക്ക് എന്ത് എലമെന്റ് ആണ് കിട്ടുന്നത് എന്ന് വെച്ചു. അപ്പൊ ആ n എണ്ണവും നിങ്ങൾ നോക്കിയല്ലോ, അല്ലെ എന്തുകൊണ്ടും നിങ്ങൾക്ക് കിട്ടുന്നില്ല. ദാറ്റ് മീൻസ് യു ഹാവ് സ്കാൻഡ് ഓൾ ദ എലമെന്റ്സ് ഇൻ ദാറ്റ് അൽഗോരിതം. അപ്പൊ അത് ബെസ്റ്റ് മുഴുവനും നോക്കും. നേരെ മറിച്ച് ഫസ്റ്റ് എലമെന്റ് തന്നെയാണ് നിങ്ങൾ നോക്കിയ എലമെന്റ്. ഇപ്പൊ 10, 20, 30, 40, 50 ഇങ്ങനെ നോക്കി, യു ആർ സെർച്ചിങ് ഫോർ 10, യു ഗോട്ട് 10 on the very first element. That means that algorithm is best. അപ്പൊ അൽഗോരിതം ബെസ്റ്റ് ആകുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് തന്നെ ആ തന്നിരിക്കുന്ന ഇപ്പൊ ഈ പറഞ്ഞ ട്രിവിയൽ ഒരു എക്സാമ്പിൾ ആണ്. കാരണം അതിനകത്ത് വലിയ കാര്യമില്ല, 10, 20, 30 എന്നുള്ളത് 10 ബൈ ചാൻസ് ആണ്. എങ്കിലും ഞാൻ അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാണ് ആദ്യം എടുത്തു. അപ്പൊ മിനിമം ടൈം അവിടെ എടുത്തു എന്നുള്ളത്, മിനിമം ടൈം അവിടെ ബെസ്റ്റ്. ഇനി അതല്ല, നിങ്ങൾ അന്വേഷിച്ച് പോയിട്ട് ഒരു പകുതിക്ക് വെച്ച് കണ്ടാണ് കണ്ടെന്ന് വെച്ചു. അപ്പൊ യു ഹാവ് സ്കാൻഡ് n/2 എലമെന്റ്സ്. അപ്പൊ n/2 എലമെന്റ്സ് നിങ്ങൾ സ്കാൻ ചെയ്തു. അപ്പൊ n/2 എലമെന്റ്സ് സ്കാൻ ചെയ്തതുകൊണ്ട് ദാറ്റ് ഈസ് ആവറേജ്. മനസ്സിലായി? നമ്പർ ഓഫ് സ്റ്റെപ്സ് കമ്പ്യൂട്ടർ ഫോർ ഈച്ച് അൽഗോരിതം. അതൊരു വലിയൊരു ടോപ്പിക്കാണ്. ഇതാണ് ഞാൻ പറഞ്ഞത് ഒമേഗ നൊട്ടേഷൻ. ഒമേഗ നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് മിനിമം സ്റ്റെപ്സ്. ഒമേഗ നൊട്ടേഷനിലെ മിനിമം നമ്പർ ഓഫ് സ്റ്റെപ്സ് ആണ്. ബിഗ് ഓ നൊട്ടേഷനിലെ അപ്പർ ബൗണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് നിൽക്കുന്ന തീറ്റ നൊട്ടേഷൻ. ഇതിനൊക്കെ ഡെഫിനേഷൻ ഉണ്ട്. ആ ഡെഫിനേഷൻ ഒക്കെ നമുക്ക് നോക്കാം. പിന്നെ ഇവിടെ ഉള്ള ഒരു ഐഡിയ ആണ് പ്രൊസീജിയർ. പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ CPP-യിലോ ജാവയിലോ ഒക്കെ കാണുന്ന ആ ഫങ്ഷൻ തന്നെയാണ്. അതിന്റെ സിന്റാക്സ് ഇപ്പം നിങ്ങൾക്കറിയാം, റിട്ടേൺ ടൈപ്പ്, ഫങ്ഷന്, ആർഗ്യുമെന്റ്.
റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷന്, ആർഗ്യുമെന്റ്. ഇതാണ് ഒരു പ്രൊസീജിയർ. ഓക്കെ, റെക്കർഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് എ ഫംഗ്ഷൻ കോളിംഗ് ഇറ്റ്സെൽഫ് ഫാക്ട് ഓഫ് n ഇൻറ്റു ഫാക്ട് ഓഫ് n. ഈ രീതി ഇതിങ്ങനെ ഒരു വൈൽ ലൂപ്പിൽ വല്ലതും ആയിരിക്കും. ഇതാണ് റിക്കർഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഫംഗ്ഷൻ കോളിംഗ് ഇറ്റ്സെൽഫ്. ഇവിടെ പല ടൈപ്സിനെ പറ്റി പറയാം. ഈ ടൈപ്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് വരുന്നുണ്ട്. സോർട്ടിങ്, അതിനകത്ത് നിങ്ങൾക്ക് മെർജ് സോർട്ട് വരുന്നുണ്ട്, ക്വിക്ക് സോർട്ട് വരുന്നുണ്ട്. അതായത് DNC, ഡിവൈഡ് ആൻഡ് കോൺകർ എന്ന് പറയുന്ന മെത്തേഡിനകത്താണ് ഈ മെർജ് സോർട്ടും ഇതെല്ലാം വരുന്നുണ്ട്. മെർജ് സോർട്ട്, ക്വിക്ക് സോർട്ട്. സെർച്ചിങ്ങിൽ ബൈനറി സെർച്ചിങ് വരുന്നുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞ ലീനിയർ സെർച്ചിങ് വരുന്നുണ്ട്. സെർച്ചിങ്ങിൽ സ്ട്രിങ് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്സ്റ്റ് മാനിപ്പുലേഷൻ. യു ആർ യൂസിങ് സ്ട്രിങ് ഫോർ ടെക്സ്റ്റ് മാൻ. പിന്നെ ഗ്രാഫിക്സ്, നമ്മുടെ ഈ ആനിമേഷൻ പോലത്തെ ആപ്ലിക്കേഷൻ. ന്യൂമറിക് ആപ്ലിക്കേഷന് അത് ഒരു ഇച്ചിരി ഒരു ഇതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ന്യൂമറിക് ആയിട്ടുള്ളിടത്ത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് എറേഴ്സ് ഇപ്പൊ പോലും വരുന്നുണ്ട്. അതായത് ഇപ്പൊ ഡിഫറൻഷ്യൽ ഈക്വേഷൻ നിങ്ങൾ മാത്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഈ ഡിഫറൻഷ്യൽ ഈക്വേഷൻ പോലത്തെ കാര്യങ്ങളിൽ ഡിജിറ്റൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് പ്രോബ്ലംസ്. അതായത് ഇതുവരെയും ഈ ഇങ്ങനത്തെ അനലോഗ് എന്താ പറയണ്ടേ, അനലോഗ് മാത്തമാറ്റിക്സ് ഡിജിറ്റൽ യൂസിലേക്ക് കൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ട്. അപ്പം എന്നാൽ ഇത് തീർത്ത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇപ്പൊ ഇലക്ട്രോണിക്സ് പോലത്തെ ഉള്ളതൊന്നും ഡിഫറൻഷ്യൽ ഈക്വേഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. സോ ഡിഫറൻഷ്യൽ ഈക്വേഷൻസ് ആർ വൈഡ്ലി യൂസ്ഡ്, ബട്ട് ന്യൂമറിക്കൽ വരുമ്പോൾ അത് പ്രോബ്ലമായി. ജിയോമെട്രിക് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ കാണുമല്ലോ, നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാഫിക്സ് പഠിച്ചിട്ടുള്ളപ്പോഴത്തെ അൽഗോരിതം ഗ്രാഫിക്സിലല്ല വരുന്നത്, ജിയോമെട്രിക്കലാണ്. ഗ്രാഫിക്സിൽ വരുന്ന ആനിമേഷൻ അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ജിയോമെട്രിക്കലാണ് വരുന്നത്. അവിടെ നമുക്കിപ്പോൾ അടുത്തടുത്ത് കിടക്കുന്ന പോയിന്റുകളാണ്. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഒരു റെക്ടാങ്കിൾ ഡ്രോ ചെയ്യാനുള്ള അൽഗോരിതം, എന്താണ് ബ്രസൻഹാം അൽഗോരിതം, ലൈൻ അൽഗോരിതം, സർക്കിൾ അൽഗോരിതം, അങ്ങനെ കുറെ അൽഗോരിതംസ് ഉണ്ട്. ഇതെല്ലാം ഈ ജിയോമെട്രിക് എന്ന് പറയുന്നതിനകത്ത് വരുന്ന ഇതാണ്. ടെക്നിക്സ് ഇതാണ് ഡിവൈഡ് ആൻഡ് കോൺകർ. ഡിവൈഡ് ആൻഡ് കോൺകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു വലിയൊരു സെറ്റിങ് എടുത്തു. സെറ്റ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങ് ഏറ്റവും മിനിമം ആകത്തക്ക വിധം ഡിവൈഡ് ചെയ്യുക. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാല്, ഇപ്പൊ ഞാൻ വെറുതെ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുക, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അധികം നിങ്ങൾ റിയൽ വരികയല്ല. ഇപ്പൊ ഇങ്ങനെ ഒരു സെറ്റ് തന്നു. അപ്പം ഇതിനെ നിങ്ങൾക്ക് യു ഹാവ് ടു ഫൈൻഡ് മാക്സിമം ആൻഡ് മിനിമം. യു ആർ ഗോയിങ് ടു ഡിവൈഡ് ദിസ്. മാക്സിമം മിനിമം ഉണ്ടെങ്കിൽ രണ്ടെണ്ണം ഉണ്ടല്ലോ. യു ആർ ഗോയിങ് ടു ഡിവൈഡ് ദിസ് ടു. അപ്പം 10 ഉം 20 ആദ്യം എടുക്കും, എന്നിട്ട് അതിന്റെ മാക്സിമം മനസ്സിലായി. ആദ്യം 10 ഉം 20, ഇത് സിമ്പിൾ ഇതാണ്. ഇങ്ങനെ ഇതൊന്നും അല്ല കോംപ്ലിക്കേറ്റഡ്. ഇങ്ങനെ ഞാൻ പറയാണ്, 10 ഉം 20 ആദ്യം എടുത്തിട്ട് അതിന്റെ മാക്സിമം എടുക്കും. പിന്നെ 15 7 എടുത്തിട്ട് അതിന്റെ മാക്സിമം എടുക്കും. അതിന്റെ മാക്സിമം എന്ന് പറയുമ്പോൾ 15 ആയി. പിന്നെ 20ഉം 15ഉം എടുത്തിട്ട് അതിന്റെ മാക്സിമം എടുക്കും. അപ്പൊ ഇതിങ്ങനെ ഒരു ട്രീ ആയിട്ട് വരും. ട്രീയുടെ താഴെ ഇങ്ങനെ, ആ ട്രീ ഒക്കെ ഞാൻ കാണിക്കാം. ആ ട്രീയുടെ താഴെ ഈ 2 വാല്യൂസ്, ഇവിടെ 2 വാല്യൂസ്, ഇവിടെ താഴെ എല്ലാം വരുന്നു ലീവിനോട് 10 20 15 7. മുകളില് 10ഉം 20ഉം വരുന്നതിന്റെ 20 ഇവിടെ വരും. 15 7ന്റെ 15 വരും. പിന്നെ 20ഉം 15ഉം കൂടെ മുകളിലത്തെ നോഡിൽ വരും. ഇതാണ് ഇതിനകത്ത് വരുന്ന ഇത്. ഇനി ഡിറ്റർമിനിസ്റ്റിക് ആൻഡ് നോൺ ഡിറ്റർമിനിസ്റ്റിക്. ഡിറ്റർമിനിസ്റ്റിക് എന്ന് പറഞ്ഞാൽ അടുത്ത ഔട്ട്പുട്ട്, സപ്പോസ് യു നോ വിച്ച് ഇസ് ദ നെക്സ്റ്റ് ഔട്ട്പുട്ട്, അല്ലെങ്കിൽ അടുത്ത ഔട്ട്പുട്ട് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും എങ്കിൽ അത് ഡിറ്റർമിനിസ്റ്റിക് ആണ്. നോൺ ഡിറ്റർമിനിസ്റ്റിക് ഇതാണ്, അല്ലാത്തതിനാണ് സ്റ്റൊക്കാസ്റ്റിക് എന്ന് പറയുന്നത്. അത് നമുക്ക് നിങ്ങൾക്ക് ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് വരുമ്പോൾ അത് വരും. ടൈം കോംപ്ലക്സിറ്റി കണ്ടിന്യൂ ചെയ്യാണ്. ഇതാണ് അത്, ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ബിഗ് ഓഫ് 1. ഇപ്പം നിങ്ങൾ ഇത്രയും മാത്രം ഓർക്കുക. ഒരു അൽഗോരിതത്തിന്റെ ഇപ്പൊ അത് കമ്പ്യൂട്ട് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ട് ചെയ്യുന്നതല്ല. ഇപ്പം നിങ്ങൾ ഇത്ര മാത്രം ഓർക്കുക. ഒരു അൽഗോരിതം ബിഗ് ഓഫ് 1 ആണെന്ന് പറഞ്ഞാൽ
ശരിക്കും പക്ക എഫിഷ്യൻ. കാരണം ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ കൂടി, മനസ്സിലായി? പക്ക എഫിഷ്യൻ. ബിഗ് ഓ ഓഫ് ലീനിയർ എന്ന് പറഞ്ഞാൽ ബിഗ് ഓക്കെ ഇങ്ങനെ നേരെ പോകും. പിന്നെ ലോഗരിതമിക്, ലോഗ് ഓഫ് എൻ കണ്ടു കഴിഞ്ഞാൽ എൻ അവിടത്തെടുക്കുന്നു, ലോഗ് ഓഫ് എൻ ഇപ്പുറത്തെടുക്കുന്നു. മിക്കവാറും മാസ് മെജോറിറ്റി ഓഫ് അൽഗോരിതംസ് ആർ ദിസ് കോംപ്ലക്സിറ്റി ലോഗ് ഓഫ് എൻ. പിന്നെ ക്വാഡ്രാറ്റിക് എൻ സ്ക്വയർ ഉണ്ട്, ക്യൂബിക് എൻ ക്യൂബ് ഉണ്ട്, പോളിനോമിയൽ ഉണ്ട്, പിന്നെ എക്സ്പോണൻഷ്യൽ ഉണ്ട്, ഫാക്ടോറിയൽ ഉണ്ട്. ഇതിൽ ഈ എക്സ്പോണൻഷ്യല് അതുപോലെ ഫാക്ടോറിയലിനെ പറ്റി അധികം നിങ്ങൾക്കില്ല. എക്സ്പോണൻഷ്യല് ജനറലി നോട്ട് എഫിഷ്യന്റ്. കോംപ്ലക്സ് ട്രാവലിംഗ് സൈസ് പേഴ്സൺ പോലത്തെ പ്രോബ്ലംസ് നിങ്ങൾക്ക് വരുമ്പോൾ അതിന്റെ അത് മനസ്സിലാവും. ഇതൊരു പ്രൊസീജിയർ കാണിക്കാൻ. ഇപ്പം ഇത്രയേ ഉള്ളൂ. പ്രൊസീജിയർ ഫാക്ടോറിയൽ ഓഫ് എൻ ഇങ്ങനെ പറയാം. പ്രൊസീജിയർ ഫാക്ടോറിയൽ. ഫാക്ട് ഇൻഡിജർ എന്ന് പറഞ്ഞു, എന്നിട്ട് ബിഗിൻ ഫാക്ട് ഇഫ് എൻ ഈക്വൽസ് 1 then return ഫാക്ട് എൽസ് ബിഗിൻ. ഇങ്ങനെ. അതായത് ഇവിടെ നമ്മൾ ഇൻഡിജർ ആയിട്ടൊരു ഇത് കൊടുത്തു, എന്നിട്ട് ബിഗിൻ കൊടുത്തു, ഫാക്ടിലേക്ക് 1 കൊടുത്തു, എന്നിട്ട് പറയാണ് എൻ ഈക്വൽ 1 ആണെങ്കിൽ റിട്ടേൺ ഫാക്ട്, അല്ലെങ്കിൽ ബിഗിൻ ഫാക്ട് ഈസിക്ക്. അപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ 5 കൊടുത്തു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? 5 into ഫാക്ടോറിയൽ ഓഫ് 4, 4 into ഫാക്ടോറിയൽ, എന്നിട്ട് അത് 5 into ഫാക്ടോറിയൽ ഓഫ് 4, പിന്നെ വന്നിട്ട് 5 into 4 into ഫാക്ടോറിയൽ ഓഫ് 3, 5 into 4 into 3 into ഫാക്ടോറിയൽ ഓഫ് 2, ഇങ്ങനെ വന്ന് പിന്നെ ഫാക്ടോറിയൽ ഓഫ് 1 വരെ വന്നിട്ട് ആ ഫാക്ടോറിയൽ ഓഫ് 1 1 ആകും. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് 5 into 4 into 3 into 2 into ഫാക്ടോറിയൽ ഓഫ് 1 എന്ന് വരും. ഓട്ടോമാറ്റിക് ആയിട്ട് 5 into ഫാക്ടോറിയൽ അവിടെ കിട്ടുകയും ചെയ്യും. ഇതാണ് അതിന്റെ അവിടെ ഫംഗ്ഷൻ കോളിംഗ് ഇറ്റ്സെൽഫ്. ഇത് അടുപ്പിച്ച് നിങ്ങളൊന്ന് നോക്കുകയാണത്. കാരണം ഇത് ഞാൻ എൻ്റെ നോട്ടിൽ നിന്ന് ഫോട്ടോ എടുത്താണ്. ഇതാണ് ശരിക്കും നമ്മൾ നമ്പർ കമ്പ്യൂട്ടിങ്. ഇതാണ് ഞാനിന്ന് വായിക്കാം. അൽഗോരിതം സം വേണമെങ്കിൽ നിങ്ങളൊന്ന് റഫായിട്ടൊന്ന് എഴുതിയിട്ടു. അൽഗോരിതം സം ബ്രാക്കറ്റിൽ എ കോമ ബി കോമ സി, ഫ്ലവർ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എ ഈസ് ഈക്വൽ ടു 1, ബി ഈസ് ഈക്വൽ ടു 2, പിന്നെ സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി, റൈറ്റ് സി, ക്ലോസ് സി. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ചെറുതായിട്ടൊന്ന് എഴുതിയിട്ടു. അൽഗോരിതം സം ബ്രാക്കറ്റിൽ എ കോമ ബി കോമ സി, ഫ്ലവർ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു. എ ഈസ് ഈക്വൽ ടു 1, ബി ഈസ് ഈക്വൽ ടു 2, സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി, റൈറ്റ് സി, ഫംഗ്ഷൻ. ഇത്രേ ഉള്ളൂ. ഒരു 2 നമ്പർ അതിലേക്ക് വാല്യൂസ് കൊടുക്കുന്നു, എന്നിട്ട് ആ സിയിലേക്ക് ടോട്ടൽ എടുക്കുന്നു, റൈറ്റ് സി. ഇത് ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി കാണുന്ന രീതിയാണിത്. ഇവിടെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ 1, അൽഗോരിതം സം ബ്രാക്കറ്റിൽ എ കോമ ബി കോമ സി. അത് അവിടെ നമ്മൾ ഒരു എക്സിക്യൂഷൻ നടത്തുന്നു. അപ്പൊ അവിടെ എന്ത് പറ്റും? 1ന്റെ അവിടെ നമ്പർ ഓഫ് സ്റ്റെപ്പ് 0. അതാണ് അതിന്റെ കൺവെൻഷൻ. അവിടെ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ഫ്ലവർ ബ്രാക്കറ്റ് കൂട്ടിയിരിക്കുക, അതും ഒരു സ്റ്റെപ്പാണ്. പക്ഷെ അവിടെ നമ്മൾ ഒരു എക്സിക്യൂഷൻ നടക്കുന്നില്ല, 0. പിന്നെ അടുത്തതാണ് എ ഈസ് ഈക്വൽ ടു 1. അവിടെ ഒരു സ്റ്റെപ്പ് നടക്കും. വൈൽ ലൂപ്പ് ഒന്നും അല്ലാത്തതുകൊണ്ട് ഒറ്റ സ്റ്റെപ്പേ ഉള്ളൂ, 3 1 എന്ന്. ഇതേപോലെ തന്നെ 4 ബി ഈസ് ഈക്വൽ ടു 2. അവിടെ ഒരു സ്റ്റെപ്പ് നടക്കും, 1 എന്ന്. 5 സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി, ഒരു തവണ നടക്കും. 6 റൈറ്റ് സി, ഒരു തവണ നടക്കും. 7 പിന്നെയും ഫ്ലവർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാണ്. ഇതെല്ലാം കൂടെ കൂട്ടി വന്നപ്പം നമ്പർ 4. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റെപ്സ് 4. അപ്പം 4 സ്റ്റെപ്പേ ഇതിനുള്ളൂ. ഇതേപോലെ തന്നെ താഴെ അൽഗോരിതം ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരെണ്ണം കൊടുത്തിരിക്കുകയാണ്. അതും വേണേൽ നിങ്ങളൊന്ന് ചെറുതായിട്ട് പേപ്പറിലൊന്ന് എഴുതി വെച്ചു. അൽഗോരിതം ഡിസ്പ്ലേ, എന്നിട്ട് താഴെ ഫ്ലവർ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഫോർ i ഈസ് ഈക്വൽ ടു 1 to n, റൈറ്റ് വെൽക്കം, ക്ലോസ് ചെയ്യും. അപ്പൊ അൽഗോരിതം ഡിസ്പ്ലേ സ്റ്റേറ്റ്മെന്റ് 1 ആണ്, നമ്പർ ഓഫ് സ്റ്റെപ്പ് 0. ഫ്ലവർ ബ്രാക്കറ്റ് 2 ആണ്, അവിടെ 0. ഫോർ ലൂപ്പ് i ഈസ് ഈക്വൽ ടു 1 to n. i ഈസ് ഈക്വൽ ടു 1 to n എന്ന് പറയുമ്പോൾ അത് എത്ര തവണ i ഈസ് ഈക്വൽ ടു 1 to n എന്ന് പറയുമ്പോൾ അത് എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യും?
ഒരു ഫോൾസ് കണ്ടീഷൻ കൂടെ അതിനകത്ത് വരും. ഓട്ടോമാറ്റിക്കലി n+1 ടൈമിൽ അത് വർക്കാകും. n+1 ടൈമിൽ. പിന്നെ ആ ഫോർ ലൂപ്പിനകത്താണ് ഈ റൈറ്റ് വെൽക്കം കിടക്കുന്നത്. അപ്പം ഇവിടെ n+1 ആണെങ്കിൽ ഈ റൈറ്റ് വെൽക്കം എന്ന് പറയുന്നത് n ടൈംസിൽ എക്സിക്യൂട്ട് ആണ്. n കൊടുത്തു 0 0 n+1 n 0 ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 2n+1. 2n+1 എന്ന് പറയുമ്പോൾ അതൊരു പോളിനോമിയൽ ഇക്വേഷൻ ആണ്. ആൻഡ് ദ അൽഗോരിതം ഈസ് സംവാട്ട് എഫിഷ്യന്റ്. ഞാൻ പറഞ്ഞ ഐഡിയ മനസ്സിലായോ? അൽഗോരിതം ഡിസ്പ്ലേ എന്ന് കൊടുത്തു. കാണാൻ വയ്യെങ്കിൽ എഴുതി നോക്കിയാൽ മതി. അൽഗോരിതം ഡിസ്പ്ലേ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഫോർ i is equal to 1 to n. അത് പഴയ ലാംഗ്വേജിൽ എഴുതുന്നതാണ്, കൺവേർട്ട് ചെയ്യാം. ഫോർ i is equal to 1 to n റൈറ്റ് വെൽക്കം ക്ലോസ് ചെയ്തു. അൽഗോരിതം ഡിസ്പ്ലേ എന്ന് പറയുന്ന സാധനം വെറുതെ കൊടുക്കുക. അത് ഒരു എക്സിക്യൂഷൻ നടക്കുന്നില്ല, പക്ഷെ സ്റ്റെപ്പാണ് 0. ഫ്ലവർ ബ്രാക്കറ്റ് സ്റ്റെപ്പാണ് 0. പിന്നെ ഫോർ i is equal to 1 to n എന്ന് പറയുമ്പോൾ n+1 ടൈംസ്. ആ ഫോർ ലൂപ്പിനകത്ത് റൈറ്റ് വരുന്നു. പക്ഷെ ഫോർ ലൂപ്പിന് പുറത്ത് 1 to അത് എപ്പോഴും ശ്രദ്ധിക്കണം. വൈൽ i ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n എന്ന് പറയുന്ന സാധനം തന്നെ. വൈൽ i ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n എന്ന് പറഞ്ഞാൽ അത് n+1 ടൈമിൽ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം n ആയി കഴിഞ്ഞു അതൊന്നും വരുമല്ലോ. പക്ഷെ അതിനകത്ത് ഇത് n ടൈംസിലേ ഉള്ളൂ, n എന്ന് കൊടുത്തു. അപ്പൊ ഇവിടെ അവസാനം ഫ്ലവർ ബ്രാക്കറ്റിന്റെ അവിടെ 0 കൊടുത്തു. 2n+1 ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റെപ്സ്. അപ്പൊ 2n+1 ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റെപ്സ് വന്നു കഴിഞ്ഞപ്പം that is a polynomial algorithm. നിങ്ങൾ ഇതാണ് സ്പേസ് കോംപ്ലക്സിറ്റിയുടെ ഒരു കൺസെപ്റ്റാണ്. ഈ കൺസെപ്റ്റിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ കാണിച്ചതാണ്. അതും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ പറയാം. വേണേ എഴുതിയെടുത്തോ. അൽഗോരിതം സം ബ്രാക്കറ്റിൽ a, b ഫ്ലവർ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. റിട്ടേൺ a+b ക്ലോസ് ചെയ്യും. ഇതിന്റെ സ്പേസ് 0 ആയിട്ട്. കാരണം സ്പേസ് എന്നിടത്ത് ഇൻസ്റ്റൻസ് വേരിയബിൾ ഇല്ല എങ്കിൽ ഇൻസ്റ്റൻസ് വേരിയബിളിന്റെ മാത്രമേ മെമ്മറി ഇതിനകത്ത് എടുക്കൂ, അല്ലാത്തതിന്റെ മെമ്മറി ഇതിനകത്ത് എടുക്കുക. അപ്പൊ റിട്ടേൺ a+b ഇവിടെ നേരെ വെച്ച് i is equal to a+b എന്ന് കൊടുത്തിട്ട് റിട്ടേൺ a+b എന്ന് കൊടുത്തിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ഐയുടെ ഇത് ഇവിടെ ഈ കേസിൽ അത് ഇതാണ് വേറെ. അൽഗോരിതം സം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ എഴുതിയെടുക്കുക. എനിക്ക് മൊബൈലൊക്കെയാണ്, ഇച്ചിരി അടുപ്പിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. അൽഗോരിതം സം a, b, c, m, n. അതായത് ഇത് 2 അരയാണെന്ന് വിചാരിച്ചു. ഫ്ലവർ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു. i is equal to 1 to m, i is equal to 1 to n, Cij is equal to aij plus bij ക്ലോസ്. അൽഗോരിതം സം ബ്രാക്കറ്റിലെ a, b, c, m, n. ഫ്ലവർ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഫോർ ലൂപ്പ് i is equal to 1 to m, ഫോർ ലൂപ്പ് j is equal to 1 to n, Cij is equal to aij plus bij ക്ലോസ് ചെയ്യും. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ അൽഗോരിതം സം എന്ന് പറഞ്ഞത് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, പക്ഷെ അവിടെ നമ്പർ ഓഫ് സ്റ്റെപ്പ് 0 ആണ്. നമ്പർ 2 അവിടെ ഫ്ലവർ ബ്രാക്കറ്റ് ഉണ്ട്, പക്ഷെ അവിടെ എക്സിക്യൂഷൻ നടക്കുന്നില്ല, 0 ആണ്. പിന്നെ കൊടുത്തിരിക്കുകയാണ് i is equal to 1 to m, ഓട്ടോമാറ്റിക്കലി m+1. ഇനി ആ ഫോർ ലൂപ്പിനകത്ത് ആ മുകളിലത്തെ 1 to m എന്ന് പറയുന്ന ഫോർ ലൂപ്പിനകത്താണ് j is equal to 1 to n. അവിടെ j is equal to 1 to n എന്ന് പറയുന്ന n+1 എക്സിക്യൂട്ട് ചെയ്യും. അത് മാത്രമല്ല പുറത്തെ ഫോർ ലൂപ്പ് ഉണ്ടല്ലോ, അത് താഴോട്ട് വരുമ്പോൾ m ടൈംസ് വരും. സോ m into n+1 എന്ന് വരും. താഴെ aij bij എന്നുള്ളത് mn ടൈംസിൽ വർക്ക് ചെയ്യും. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യും. 2mn plus 2m+1 ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ കിട്ടും. ഞാനിത് ഒരു തവണ കൂടെ കാണിക്കാം, അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു ഐഡിയ കിട്ടും. കാരണം ഇത് അറിഞ്ഞിരിക്കണം, അല്ലാതെ നമുക്കത് ഇതിപ്പം നിങ്ങളുടെ GCD അൽഗോരിതം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബുക്കിലുള്ള ഒരു സിമ്പിൾ അൽഗോരിതം. ഇത് ചുമ്മാ ഒരു അൽഗോരിതം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഫംഗ്ഷൻ GCD a, b എന്ന് കൊടുത്തു. വൈൽ b not equal to 0
നൊട്ടേഷൻ ഒക്കെ നിങ്ങളുടെ ബുക്കിൽ നിന്ന് വ്യത്യാസം കാണും. ടിയിലേക്ക് ബി കൊടുത്തു, ബിയിലേക്ക് എ മോഡ് ബി കൊടുത്തു, എയിലേക്ക് ടി കൊടുത്തു, റിട്ടേൺ എ. അപ്പൊ നമ്മൾ നോക്കുന്നു 10ഉം 4ഉം കൂടെ പറ്റുമോ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ബി നോട്ട് ഈക്വൽ ടു 0 ആണ്. ഇത് എയും ഇത് ബിയും. ഉടനെ നമ്മൾ ടിയിലേക്ക് ബി കൊടുത്തു, ടിയിലേക്ക് 4, ബിയിലേക്ക് എ മോഡ് 4, എ മോഡ് ബി. ഇവിടെ എ 10 ആണ്, ബി 4 ആണ്. സോ ബി ഇസ് ഈക്വൽ ടു 10 മോഡ് 4. 10 മോഡ് 4 എന്ന് പറഞ്ഞാൽ എത്ര? അതായത് 10 ഡിവൈഡഡ് ബൈ ഇതല്ല, ഇതാണ് 10 മോഡ് 4. 10 മോഡ് 4 എന്ന് പറയുമ്പോൾ അതിന്റെ ഇതാണ് റിമൈൻഡർ. അപ്പം ഇത് ഇതായിട്ട് 2 വരും അല്ലേ. 4 2 മോളിൽ വരും, 8 റിമൈൻഡർ വരും. ബി ഇസ് ഈക്വൽ ടു 2 ആവും. അപ്പം ബി 0 അല്ല. എന്നിട്ട് എയിലേക്ക് ടിയും കൊടുക്കും. ടി ഇപ്പൊ 4 ആണ്, എയിലേക്ക് 4. അപ്പം ബി 0 അല്ല. അതുകൊണ്ട് പിന്നെ ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. അടുത്ത തവണ എന്ത് വരും? ടി ഈസ് ഈക്വൽ ടു ബി. കഴിഞ്ഞ തവണ ബി 2 ആയിരുന്നു. So now T is equal to 2. B is equal to A mod B. A ഇപ്പൊ എന്തായിട്ടുണ്ട്? 4 ആയി. B എന്തായിട്ടുണ്ട്? 2 ആയിട്ടുണ്ട്. B is equal to 4 mod 2. That is 4 mod 2. 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിസൾട്ടും റിമൈൻഡർ 0യും വരുമല്ലോ. B is equal to 0. എന്നിട്ട് A is equal to 4. A is equal to 4 എന്ന് ഇവിടെ A is equal to എന്തായിട്ട് കൊടുക്കും? A is equal to T ആണ്. ഇവിടെ ടിയുടെ വാല്യൂ 2 ആണ്. A is equal to 2 ആണ്. അത് റിട്ടേൺ ചെയ്യും. കാരണം ബി 0 ആയതോടുകൂടി ആ ലൂപ്പ് തീർന്നു. എ റിട്ടേൺ ചെയ്യും, അവിടെ 2 വരും. ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. നിങ്ങളുടെ നോട്ടിലുണ്ട്, നോട്ടിൽ ഒന്നുകൂടെ കാണിക്കാം. ഇത് വേറൊരു ഇതാണ്. അതായത് അൽഗോരിതം സം എ കോമ എൻ, എസ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ പറഞ്ഞു. ഐ ഇസ് ഈക്വൽ ടു 1 to n, എസിലേക്ക് എസ് പ്ലസ് എ ഓഫ് ഐ റിട്ടേൺ എസ് ക്ലോസ് ചെയ്തു. അൽഗോരിതം സം, അതിനകത്ത് ഒരു അരേ n എലമെന്റ്സ്. എസ് എന്ന് പറഞ്ഞ ലോക്കൽ വേരിയബിളിലേക്ക് 0 കൊടുത്തു. അൽഗോരിതം സം കാണാൻ വേണ്ടി എഴുതിയിട്ടു. അൽഗോരിതം സം ബ്രാക്കറ്റിൽ എ കോമ എൻ, ഫ്ലവർ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക. എസ് ഈസ് ഈക്വൽ ടു 0.0, ഫോർ ഐ ഈസ് ഈക്വൽ ടു 1 to n, എസ് ഈസ് ഈക്വൽ ടു എസ് പ്ലസ് എ ഓഫ് ഐ റിട്ടേൺ എസ് ക്ലോസ്. ഇതേപോലെ തന്നെ അൽഗോരിതം സം സ്റ്റേറ്റ്മെന്റ് 1, നമ്പർ ഓഫ് സ്റ്റെപ്പ് 0, 2 ഫ്ലവർ ബ്രാക്കറ്റ് 0, 3 ഇത് ഒരു ടെസ്റ്റ് ഒരു തവണ എക്സിക്യൂട്ട് 1, ഐ ഈസ് ഈക്വൽ ടു 1 to n, n പ്ലസ് 1 ടൈം. ആ ഫോർ ലൂപ്പിനകത്ത് കിടക്കുന്നത് കൊണ്ട് അത് n ടൈംസ്. റിട്ടേൺ ചെയ്യുന്ന 1 ടൈം. എല്ലാം കൂടെ കൂട്ടുമ്പോൾ 2n പ്ലസ് 3, 2n പ്ലസ് 3. അപ്പൊ അവിടെയും എഗെയിൻ ഒരു പോളിനോമിയൽ ഇക്വേഷൻ. അപ്പം ഞാനിത് ഒന്നുകൂടെ പറയാം, എനിക്ക് പുതിയൊരു സബ്ജക്റ്റ് ആണ്. ഞാൻ ഒന്നുകൂടെ പറയാം ഇതിന്റെ വർക്കിംഗ് എന്നാണെന്നുള്ളത്. എനിവേ നമുക്ക് നോട്ട്സ് ഒക്കെ ഒന്ന് നോക്കാം. ഇത് ഞാൻ എൻ്റെ ക്ലാസ്സിൽ കൊടുത്തിരുന്ന നോട്ടുകളാണ്. ഇത് നോക്കി കഴിഞ്ഞിട്ട് ഇത് സിമ്പിൾ ആണ്. പിന്നെ നിങ്ങളുടെ നോട്ടും കൂടെ ഒന്ന് നോക്കാം. നിങ്ങളുടെ നോട്ട് ഇച്ചിലൂടെ കോംപ്ലിക്കേറ്റഡ് നോക്കാം. അത് ശ്രദ്ധിച്ചിരിക്കണം. അത് കഴിഞ്ഞ് ക്ലാസ് എൻഡ് ആകുമ്പോഴത്തേനും നമുക്ക് മറ്റേതും കൂടെ ഒന്നുകൂടെ നമ്പർ ഓഫ് സ്റ്റെപ്സ് നോക്കണം. ഇവിടെ ആയിട്ട് ഡെഫിനിഷൻ പറയുന്നുണ്ട് യൂണിറ്റ് 1. ഇതാണ് സംഭവം. ഇൻപുട്ട്, an algorithm is a finite set of instructions that if followed accomplishes a particular task. ഇത് തന്നെയാണ് നമ്മൾ വേറില്ല. ഇൻ അഡീഷൻ ആൻ അൽഗോരിതം മസ്റ്റ് സാറ്റിസ്ഫൈ ഫോളോയിങ് കണ്ടീഷൻസ്. ഇതാണ് ഇവരുടെ പേരാണ്. ഒരു ലെങ്തി നെയിമാണ്, എങ്കിലും അതിന്റെ ലാസ്റ്റ്
അൽ-ഖുറൈസ്മി. അൽ-ഖുറൈസ്മി നിങ്ങൾ നെറ്റിൽ നോക്കി അറിയാം. ഏതാണ്ട് 800 AD എങ്ങാണ്ട് ഇദ്ദേഹം താഷ്കെന്തിലോ പേർഷ്യയിലോ മറ്റോ ജീവിച്ചിരുന്ന ആളാണ്. പുള്ളിയുടെ ബുക്കുകൾ പിന്നാണ് കണ്ടെത്തിയത്. അൽഗോരിതത്തിനെ പറ്റി ഭയങ്കര ഡീപ്പായിട്ട് പുള്ളി എഴുതിയിട്ടുണ്ടെന്നുള്ളതാണ്. എന്നാലും 800 AD പുള്ളി എഴുതിയത്, കമ്പ്യൂട്ടറൊന്നുമില്ല. അപ്പൊ നോക്കാം. An algorithm is a finite set of instructions that if followed accomplishes a particular task. In addition, all algorithms must satisfy the following conditions. Input: 0 or more quantities are externally supplied. Output: പ്രത്യേകം ശ്രദ്ധിക്കണം, ഇങ്ങനെ തന്നെ വേണം ചോദിച്ചാൽ എഴുതാനായിട്ട്, ഒന്നും ഇല്ലാത്തതും പറ്റും. ഔട്ട്പുട്ട് അറ്റ്ലീസ്റ്റ് 1 quantity, ഒന്നിൽ കൂടുതലാകാം എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് 1 quantity. Definiteness: each instruction is clear and unambiguous. Finiteness: if we trace out the instructions of an algorithm, then for all cases the algorithm terminates after a finite number of steps. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ അൽഗോരിതം മാക്സിമം എത്ര നമ്പർ ഓഫ് സ്റ്റെപ്സിനകത്ത് ടെർമിനേറ്റ് ചെയ്യുമെന്ന് പറയാൻ കപ്പാസിറ്റി ഉള്ളത്. പിന്നാണ് എഫക്റ്റീവ്. എവറി ഇൻസ്ട്രക്ഷൻ മസ്റ്റ് ബി വെരി ബേസിക് so that it can be carried out in principle by a person using only pencil and paper. It is not enough that each operation be definite as in criteria 3. It also must be feasible. അതാണ് പറഞ്ഞത്. എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു ലേമാന് ഒരു പെൻസിലും പേപ്പറും കൊണ്ട് വെച്ച് പോലും ഇത് എഴുതി മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാകണം. മിനിമം മാത്തമാറ്റിക്സ് യൂസ് ചെയ്യാതിരിക്കാൻ പറ്റിയല്ല, മിനിമം മാത്തമാറ്റിക്കൽ നൊട്ടേഷൻസ് യൂസ് ചെയ്യും. ഓക്കെ, ഇതാണ് പറയുന്നത്. An algorithm is composed of a finite set of steps, each of which may require one or more operation. The possibility of that certain constraints with criteria 1 and 2 require that an algorithm produce one or more outputs and have 0 or more inputs that are externally supplied. അതായത് ഒരു ഇൻപുട്ടും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഒന്നോ അതിൽ കൂടുതലോ ഔട്ട്പുട്ട്സ് ഉണ്ടായിരിക്കാം. പിന്നെ ഈച്ച് ഓപ്പറേഷൻ മസ്റ്റ് ബി ഡെഫിനിറ്റ്, അതായത് ക്ലിയർ ആയിരിക്കും. എക്സാമ്പിൾ കണ്ടോ, ഡയറക്ഷൻ സച്ച് ആസ് ആഡ് 6 or 7, മനസ്സിലായോ? ഡയറക്ഷൻ സച്ച് ആസ് ആഡ് 6 or 7 to x or compute 5/0 are not permitted. അത് പെർമിറ്റ് ചെയ്തിട്ടില്ല. അതാണ്. പിന്നെ the fourth criteria for algorithms, we assume that they terminate finite number of steps. The time for termination should be reasonably short. ഇവിടെ നിന്നാണ് ഇതിന്റെ കോംപ്ലക്സിറ്റിയെ പറ്റിയുള്ള ഐഡിയ വരുന്നത്. മനസ്സിലായി? That must be reasonably short. For example, an algorithm could be devised that decide whether any given position in the game is the winning position. The algorithm workers said the difficulty with this algorithm is that even using the most modern computer may take billions of years to make them. We must be very concerned with analyzing the efficiency of each of them. അതായത് ചില പ്രോബ്ലംസിന് മില്യൺസ് ഓഫ് സെന്റൻസ് വേണ്ടി വരും, മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുക്കും അത് അക്കംപ്ലീഷ് ചെയ്യാൻ. അങ്ങനെയുള്ള ആൽഗോരിതംസ് ഒന്നും യൂസ്ഫുൾ അല്ല. പിന്നെ ഇപ്പൊ ഇനി AI പോലത്തെ വന്നപ്പോൾ കുറെ വ്യത്യാസമുണ്ട്. ഈച്ച് ഓപ്പറേഷൻ എഫക്റ്റീവ് ആയി ഒരു ലേമാന് പോലും അത് ചെയ്യാൻ പറ്റും. എഫക്റ്റീവോ ഡെഫിനിറ്റോ ആണെങ്കിൽ ദേ ആർ കോൾഡ് കമ്പ്യൂട്ടേഷണൽ പ്രൊസീജിയർ. ഈ പറഞ്ഞ കണ്ടീഷൻ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നു എങ്കിൽ ദാറ്റ് അൽഗോരിതം ഈസ് ഓൾസോ കോൾഡ് കമ്പ്യൂട്ടേഷണൽ പ്രൊസീജിയർ. ഒരു എക്സാമ്പിൾ ആയിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓഫ് എ ഡിജിറ്റൽ കമ്പ്യൂട്ടർ പറയാം. ദിസ് പ്രൊസീജിയർ ഈസ് ഡിസൈൻ ടു കൺട്രോൾ ദ ടു ഹെൽപ്പ് അച്ചീവ് ഡെഫിനിറ്റ്നസ്. അൽഗോരിതംസ് ആർ റിട്ടൺ ഇൻ പ്രോ. പിന്നെ അൽഗോരിതം യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. അത് ഞാനിപ്പോ പറഞ്ഞതാണ്. ഒന്ന്, ഇതൊരു ടെക്നിക്കാണ്, ഡിവൈഡ് ആൻഡ് കോൺകർ. ശ്രദ്ധിക്കുക, ഇൻ ദ ഡിവൈഡ് ആൻഡ് കോൺകർ അപ്രോച്ച്, ശ്രദ്ധിക്കുക, in the divide and conquer approach, the problem is divided into several small sub-problems.
then the sub-problems are solved recursively and combined to get the solution of the original problem. The divide and conquer approach involves the following step. ഈ റെക്കസീവ്ലി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, 10 and 20 ഇപ്പൊ ചെറിയ പ്രോബ്ലം എടുക്കാം, അതിന്റെ 20 ഒരു ട്രീ ആയിട്ട് കയറും. ട്രീ ഇപ്പം വരും 10 and 20, അതിന്റെ 20, അതുപോലെ തന്നെ 15 and 7 അതിന്റെ 50. പിന്നെ അത് കഴിഞ്ഞ് ഇതിനെ റിക്കസീവ്ലി മേളിലേക്ക് കോൾ ചെയ്യുക. അപ്പൊ പിന്നെയും ഇപ്പൊ ഇതിനൊരു പേര് നമ്മൾ മാക്സിമം എന്നൊരു പേര് ഇട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം മാക്സിമം ഓഫ് ദാറ്റ് 2, പിന്നെ മാക്സിമം ഓഫ് ദാറ്റ്, പിന്നെയും താഴെ 2 ഗ്രൂപ്പ്, പിന്നെയും മാക്സിമം ഓഫ് ദാറ്റ്, ഇങ്ങനെ പറയാം. അതായത് റിക്കസീവ്ലി കോളിങ് ആണ്. എന്നാൽ ഡയനാമിക്കൽ ഇതില്ല. ഡയനാമിക്കൽ യു ആർ സ്റ്റോറിങ് ദ വാല്യൂസ് ഇൻ എ ടേബിൾ. ഇപ്പൊ ട്രാവലിംഗ് സെയിൽസ് പേഴ്സൺ പ്രോബ്ലം ഒക്കെ ഡയനാമിക്കൽ കൊണ്ട്, ഡയനാമിക്കലാണ് നമ്മൾ ആ വാല്യൂസ് നമ്മൾ ടേബിളിൽ സ്റ്റോർ ചെയ്തിട്ട് ആ വാല്യൂസ് എടുക്കുക. അതാണ് പറഞ്ഞത്. ഒറിജിനൽ പ്രോബ്ലം ഡിവൈഡ് ചെയ്യുന്നു, എന്നിട്ട് സബ് പ്രോബ്ലംസ് റിക്കസീവ് ആയിട്ട് പ്രോബ്ലം ചെയ്യുന്നു, എന്നിട്ട് ഈ സോൾവ് ചെയ്തതിനെ എല്ലാം കൂടെ കമ്പൈൻ ചെയ്യും. ഫോർ എക്സാമ്പിൾ പറയുന്നുണ്ട്, ബൈനറി സെർച്ച്. ബൈനറി സെർച്ച് ഒക്കെ ഇതിൽ ഏത് മെത്തേഡ് വെച്ച് വേണേലും പറ്റും. ക്വിക്ക് സോർട്ട്, പിന്നെ മെർജ് സോർട്ട്, ഇൻഡിജർ മൾട്ടിപ്ലിക്കേഷൻ, മെട്രിക്സ് ഇതുണ്ട്, പിന്നെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, സ്ട്രാസൻ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്കുണ്ട്. സ്ട്രാസൻ മെത്തേഡ് ഒക്കെ നോക്കാനുള്ളതാണ്. അങ്ങനെ പിന്നുള്ളതാണ് ഗ്രീഡി മെത്തേഡ്. The greedy algorithm of optimizing the best solution is chosen. A greedy algorithm is very easy to apply. It decides which step will provide the most. This algorithm is greedy because when the optimal solution smaller instance is provided. അതാണ് എൻ്റെ സ്മോളർ ഇൻസ്റ്റൻസ് ഓപ്റ്റിമൽ സൊല്യൂഷൻ. നമുക്കൊരു സെറ്റ് തന്നു കഴിഞ്ഞാൽ, ഇപ്പൊ നാപ്സാക്ക് പ്രോബ്ലം എന്ന് പറഞ്ഞൊരു പ്രോബ്ലം ഉണ്ട്. അതിനകത്ത് ടോട്ടൽ വെയിറ്റ് കാണാനാണ് പറയുന്നത്. ടോട്ടൽ വെയിറ്റ്, അതായത് നിങ്ങൾക്ക് ഒരു 10 എലമെന്റ് തന്നിട്ട് ഈ 10 എലമെന്റിൽ ഏതെങ്കിലും എണ്ണം കൊണ്ട് ഇത്ര നമ്പർ ഉണ്ടാക്കിയിരിക്കാം. അതെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് ഒരു സബ്സെറ്റ് സെലക്ട് ചെയ്യും. മനസ്സിലായി? ഒരു സബ്സെറ്റ് ഓപ്റ്റിമൈസേഷനായിട്ട് ഗ്രീഡി രണ്ടാകുന്നുണ്ട്. ഒരു സബ്സെറ്റ് സെലക്ട് ചെയ്യും. ആ സബ്സെറ്റ് സെലക്ട് ചെയ്യുന്നതിനെ പറ്റിയാണ് ഈ പറയുന്നത് ഗ്രീഡി അൽഗോരിതം. ഇത് തന്നെ നിങ്ങളുടെ ബുക്കിലും നോട്ടിലും പറയുന്നുണ്ട്. നമുക്കിപ്പോൾ നോക്കാം. ഡൈനാമിക് പ്രോഗ്രാമിങ്ങിൽ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ യു ആർ യൂസിങ് പിന്നെ എന്താ പറയണ്ടേ, ഇത് which divides the problem into small, and after solving it, then combines all the solution together. Combines എന്ന് പറഞ്ഞാൽ unlike divide and conquer method, then reuses the solution to the subproblems. അത് സബ്പ്രോബ്ലംസിന്റെ സൊല്യൂഷൻ ഒരു വലിയൊരു ടേബിൾ ഒക്കെ ഉണ്ടാക്കും. ആ ടേബിൾ കാണിക്കാം. ആ ടേബിൾ ഉണ്ടാക്കിയിട്ടാണ്. ബാക്ക് ട്രാക്കിംഗ് എന്ന് പറയുന്ന ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇപ്പൊ ഇതില് നിങ്ങൾക്കുള്ള ഒരു ക്യൂൻസ് പ്രോബ്ലമാണ്, ഒരു ഇൻട്രസ്റ്റിംഗ് പ്രോബ്ലമാണ്. ഈ ക്യൂൻസ് പ്രോബ്ലത്തില് ഞാൻ ഇത് കഴിഞ്ഞ സമയം ഉണ്ടെങ്കിൽ പറയാം. ക്യൂൻസ് പ്രോബ്ലത്തിൽ നിങ്ങൾ മൊത്തം ഇതുണ്ടാക്കിയിട്ട്, അതായത് 2 ക്യൂൻസ് കനോട്ട് ബി ഇൻ ദ സെയിം റോ, സെയിം കോളം ഓർ ഡയഗണൽ. അതാണല്ലോ ചെസ് കളിക്കുമ്പോഴത്തെ റൂള്. അപ്പൊ ആ റൂള് എഫക്ട് ചെയ്യുന്ന ഒരു അൽഗോരിതമാണ്. അപ്പൊ അവിടെ നമ്മൾ 2 ക്യൂൻസിനെ സെയിം പിന്നെ റോയിലോ സെയിം കോളത്തിലോ വെക്കരുത് എന്നുള്ള കണ്ടീഷനിൽ യു ആർ ഗോയിങ് ടു ഡെവലപ്പ് എ ബിഗ് ട്രീ. മനസ്സിലായേ? 2 ക്യൂൻസിനെ സെയിം റോയിലോ സെയിം ഇതിലോ വെക്കരുതെന്നുള്ള ഐഡിയയുടെ പുറത്ത് യു ആർ ഡെവലപ്പിംഗ് എ ബിഗ് ട്രീ. ഫ്രം ദാറ്റ് യു ആർ ബാക്ക് ട്രാക്കിംഗ് യൂസിങ് ദ ഡയഗണൽ കണ്ടീഷൻ. എവിടെയെങ്കിലും ഡയഗണൽ ആയിട്ട് 2 ഇരിപ്പുണ്ടെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ ട്രീ മുമ്പോട്ട് പ്രൊസീഡ് ചെയ്യുന്നില്ല. താഴോട്ട് ഇഷ്ടംപോലെ ലീവ്സ് കാണും. യു ആർ റിജക്ടിങ് ദാറ്റ് നോട്ട്സ്. അതാണ് ബാക്ക് ട്രാക്കിംഗ്. ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് ഒപ്റ്റിമൈസേഷൻ ടെക്നിക്കാണ്. ബ്രാഞ്ച് ആൻഡ് ബൗണ്ടില് ശരിക്കും ട്രാവലിംഗ് സെയിൽസ് പേഴ്സന്റെ ഒരു ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് മെത്തേഡ് ഉണ്ട്. ഇൻ ദാറ്റ് ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് യു യൂസ് അപ്പർ വാല്യൂ. അപ്പൊ അവിടെ കുറെയൊക്കെ ഇൻഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള ഇതുകൾ വരുന്നുണ്ട്. ലീനിയർ പ്രോഗ്രാമിംഗ് അൽഗോരിതം ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞ അനലൈസ് ചെയ്യുന്നത്. ഹൗ ടു ഡിവൈസ് അൽഗോരിതംസ്. ഒന്ന്, അൽഗോരിതം ഒരു ആർട്ടാണ്. ബൈ മാസ്റ്ററിങ് അത് കുറെ ഡിസൈൻ സ്ട്രാറ്റജീസ് ഉണ്ട്. ആ സ്ട്രാറ്റജീസ് ഇപ്പൊ മുമ്പേ പറഞ്ഞൊക്കെ തന്നെ ഡൈനാമിക്, അങ്ങനെ കുറെ അപ്രോച്ച് ഉണ്ട്. ഏത് അപ്രോച്ച്, വിച്ച് പെർട്ടിക്കുലർ അപ്രോച്ച് ഈസ് സ്യൂട്ടബിൾ ഫോർ വിച്ച് പ്രോബ്ലം, അത് വാലിഡേറ്റ് അൽഗോരിതം. അൽഗോരിതം വാലിഡേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കണം. അൽഗോരിതം പ്രോഗ്രാം വേരിഫിക്കേഷൻ ഉണ്ട്. പ്രോഗ്രാം വാല്യൂസ് കൊടുത്ത് വേരിഫൈ ചെയ്യാണ്. അതുപോലെ തന്നെ പ്രോഗ്രാം കറക്റ്റ് ആണോ എന്ന് ഉള്ള പ്രൂഫ്, മാത്തമാറ്റിക്കൽ പ്രൂഫ് ഉണ്ടാക്കാൻ നോക്കും. മനസ്സിലായി? 2 ഫോംസ്. 1 ഫോം ഈസ് ഒരു മാത്രം നോക്കുക. പിന്നെ അനലൈസ് ചെയ്യും.
കമ്പ്യൂട്ടറിന്റെ പിന്നെ അൽഗോരിതം എക്സിക്യൂട്ട് ചെയ്യുന്നു. അൽഗോരിതം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇതിനകത്ത് പറയുന്ന പോലെ CPU എന്തുമാത്രം സമയം അതിനെടുക്കുന്നുണ്ടെന്ന് നോക്കുന്നു. അപ്പൊ ദിസ് ഇസ് എ ചലഞ്ചിങ് ഏരിയ. പിന്നെ ടെസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഡീബഗിങ് എന്നാണ് പറയുന്നത്. പെർഫോമൻസ് ഡീബഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറർ ഉണ്ടോ എന്ന് മാത്രം. പക്ഷെ അതിനകത്തൊരു കാര്യം ശ്രദ്ധിച്ചോണം, ഇതാണ് ആ പോയിന്റ്. പോയിന്റ് ഡീബഗിങ് ക്യാൻ ഓൺലി പോയിന്റ് ടു ദ പ്രസൻസ് ഓഫ് എറേഴ്സ് ബട്ട് നോട്ട് ടു ദെയർ ഔട്ട്സൈഡ്. എറർ ഇല്ലെന്ന് പറയാം, പക്ഷെ അകത്ത് ഇംപ്ലിസിറ്റ് ആയിട്ട് എറർ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ സ്പേസ് കോംപ്ലക്സിറ്റി, ടൈം കോംപ്ലക്സിറ്റി, ഇതുപോലത്തെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞ, അതായത് പെർഫോമൻസ് അനാലിസിസിൽ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് സ്പേസ് ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. സ്പേസ് ടൈം കോംപ്ലക്സിറ്റിയിൽ എത്ര സ്പേസ് യൂസ് ചെയ്തു എന്നുള്ളതാണ്. അതായതാണ് പ്ലോട്ട് ഉണ്ട്. എ പ്ലസ് ബി പ്ലസ് ബി ഇൻറ്റു സി. ഇപ്പൊ ഇത് ഈ അൽഗോരിതം ലുക്ക് അറ്റ് ദിസ് വൺ. ഇവിടെ സ്പേസ് 0 ആയിട്ടേ കൂട്ടുള്ളൂ, നോ ഇൻസ്റ്റൻസ്. ഇവിടെ പക്ഷേ ഇൻസ്റ്റൻസ് വേരിയബിൾ ഉള്ളത് കൊണ്ട് അതിനൊരു സ്പേസ്. പിന്നെ റിക്കർസീവ് ഫംഗ്ഷൻ ഇതിനകത്ത് റിട്ടേൺ, ഇത് നമ്മൾ കണ്ട ആ ഫാക്ടോറിയൽ എന്ന് പറയുന്ന ആ സാധനം തന്നെയാണ് റിക്കർസീവ് ആയിട്ട് ഇവിടെ പറയുന്നത്. വേരിയബിൾ പാർട്ട് ഉണ്ട്, ടൈം കോംപ്ലക്സിറ്റിയിലെ ഇതൊക്കെ ജനറൽ തിയറിയാണ്. നിങ്ങൾ അറിയേണ്ടത് ആ ലീനിയർ സെർച്ച്, ബൈനറി സെർച്ച് എന്താണ്. ബൈനറി സെർച്ച് എന്ന് പറയുന്നതിന്റെ ആ ഒരു ഇതാണ് കമ്പയർ സെർച്ച്. മിഡിൽ എലമെന്റുമായിട്ട് സെർച്ച് ചെയ്യുന്നു, എന്നിട്ട് അതിന്റെ അപ്പറും ലോവറും അത് പറയാം. അത് വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവൈഡ് ആൻഡ് കോൺകറിലാണ്. അത് രണ്ടെണ്ണമായിട്ട് തിരിച്ചുകൊണ്ട് ഒരെണ്ണം മിഡിലിൽ നിന്ന് നോക്കും. മിഡിലിൽ ആ കൊടുക്കുന്ന സാധനം മിഡിലിനേക്കാൾ കൂടുതലാണെങ്കിൽ അപ്പറിലേക്ക് പോകും, മിഡിലിനേക്കാൾ കുറവാണെങ്കിൽ ലോവറിലേക്ക് പോകും. അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇത് വേറെ ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്നതാണ്, നമുക്ക് നോക്കാം. അതിപ്പം വരുന്നുണ്ട്, നിങ്ങൾക്ക് DNC വരുന്നുണ്ട്. ഇതാണ് ബിഗ് O നൊട്ടേഷൻ. ഇത് എന്താ ബൈനറി സെർച്ചിന്റെ കോംപ്ലക്സിറ്റി ബിഗ് O ലോഗൻ, കറക്റ്റില്ലാത്ത. ലീനിയർ സെർച്ച് ഗുഡ്. ഇത് ക്വിക്ക് സോർട്ടും N ഇൻറ്റു ലോഗൻ, കുഴപ്പമില്ല. സെലക്ഷൻ സോർട്ട് വരുമ്പോൾ N² ആയി, അത്രയില്ല. ട്രാവലിംഗ് സെയിൽസ്മാൻ N ഫാക്ടോറിയൽ, ഇതിനേക്കാളൊക്കെ എഫിഷ്യൻസി കുറവാണ്. ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞ ബെസ്റ്റ് ഫസ്റ്റ് പറഞ്ഞ സാധനങ്ങൾ. ഇതുണ്ട് ഫസ്റ്റ് കേസില് നമ്പർ ഓഫ് സ്റ്റെപ്സ്, ആവറേജ് കേസില്, ബെസ്റ്റ് കേസിൽ. ഇതാണ് നിങ്ങളുടെ ഇതായിട്ട്. ഇത് നിങ്ങളുടെ ആ നോട്ടൂടെ നോക്കാം. നോട്ട് ഒന്ന് സമ്മറൈസ് ചെയ്താണ്. ഈ നോട്ട് ഞാൻ തരാം. അതിന്റെ ഒന്ന് സമ്മറൈസ് ചെയ്താണിത്. ഇത്രയും നോട്ടിന്റെ ആവശ്യമേ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് നിങ്ങളുടെ ആ ഇതോടെ നമ്മളൊന്ന് നോക്കാം. നോട്ട് ഇത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. ഇതൊക്കെയാണ്. ഇത് കഴിഞ്ഞ് കുറച്ചുകൂടെ താഴോട്ട് വരുമ്പോൾ ഇച്ചിരി കൂടുതൽ കാര്യം ഉണ്ടാകുന്ന ശ്രദ്ധിച്ചോണ്ട് വായിക്കുമ്പോൾ പിന്നെ സംശയം. ഇൻപുട്ട്, ഔട്ട്പുട്ട്, ഡെഫിനിറ്റ്, എഫക്റ്റീവ്, ഫൈനൈറ്റ്, അതെല്ലാം ഇപ്പൊ പറഞ്ഞ സംഗതി തന്നെ. അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. ഇപ്പൊ ഞാനതൊന്ന് ഒരു തവണ പറഞ്ഞു. ഫൈനൈറ്റ് ആണെന്ന് പറഞ്ഞു, യുണീക്ക് ആണെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ ഒരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു GCD അത് ചെയ്യുന്നതിനെ പറ്റിയാണ്. അത് നമ്മുടെ ആ മറ്റേ എക്സാമ്പിൾ നോക്കിയാൽ മതി. 462 അങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. 462 നമ്മളവിടെ 10ഉം 2ഉം പറഞ്ഞപ്പം 10ഉം 4ഉം പറഞ്ഞപ്പോൾ ഇവിടെ 462 147 പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ ബുക്ക് വായിക്കുമ്പോൾ അതൊന്ന് ചുമ്മാ ഒരു പേപ്പറിൽ ഒന്ന്, അതാണ് പറഞ്ഞത്, ഒരു പേപ്പർ ആൻഡ് പെൻസിൽ കൊണ്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ എന്ന് പറയുന്നതിന്റെ കാര്യമാണ്. റിക്കർഷൻ, ഫാക്ടോറിയൽ ഓഫ് 1 ഇതുണ്ടോ, ഫാക്ടോറിയൽ ഓഫ് 1 N ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് N - 1. അപ്പൊ ഫാക്ടോറിയൽ ഓഫ് 3 എത്ര? 6 ആണ്
അല്ലെ? അപ്പൊ ഫാക്ടോറിയൽ ഓഫ് 3 എന്ന് പറയുന്നത് 3 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 2, പിന്നെ അത് 3 ഇൻറ്റു 2 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 1. അപ്പൊ 3 ഇൻറ്റു 2 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 1, ദാറ്റ് ഈസ് 3 ഇൻറ്റു 2 ഇൻറ്റു 1. അത്രേ ഉള്ളൂ, സിമ്പിൾ, അറിയാവുന്ന കാര്യം. പ്രൊസീജിയർ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത്, അത് ഞാൻ മറ്റേതിനകത്ത് കാണിച്ചു തന്നെ. ഫാക്ട് ഇൻറ്റിജർ ആണ്, ഫാക്ടിലേക്ക് 1 കൊടുത്തു, n ഈക്വൽസ് 1 ആണ് റിട്ടേൺ ഫാക്ട്, എൽസ് n ഇൻറ്റു ഫാക്ടോറിയൽ റിട്ടേൺ ഫാക്ട് n. ഇതേ ഇത് തന്നെ കൊടുത്താൽ റിക്കർസീവ് പ്രൊസീജിയറിനെ പറ്റി പറയുന്നുണ്ട്. ഇതാണ് പറയുന്നത്, ദർ മസ്റ്റ് ബി സപ്പോസ് കോളിംഗ് യുവർ പ്രൊസീജിയർ ബൈ ഇറ്റ്സെൽഫ്. അതായത് അതിനെ കോൾ ചെയ്യാൻ പറ്റണം, നമ്മുടെ OS അതിനെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെയാണ് ഈ പറയുന്നത്. റിക്കർസീവ് പ്രൊസീജിയർ ആഫ്റ്റർ ഫൈനൈറ്റ് നമ്പർ, ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് കോൾസ് കഴിഞ്ഞിട്ട് അത് നമ്മൾ എന്താണ് സ്റ്റോപ്പ് ചെയ്യണം. Arguments in successive calls should be similar in the sense that each succeeding to its condition mentioned. അത് തന്നെ, അതായത് 5 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 4, പിന്നെ 5 ഇൻറ്റു 4 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 3. അപ്പൊ ഫാക്ടോറിയൽ ഓഫ് 4 കാണുന്നതിനേക്കാളും എളുപ്പമാണ് ഫാക്ടോറിയൽ ഓഫ് 3. അങ്ങനെ അങ്ങനെ കുറഞ്ഞ് വരണമെന്നാണ് പറയുന്നത്. ലീനിയർ ടൈം, ഈ ഇതൊരു മിനിമം കാണുന്നതാണ്, ഒരു ലീനിയർ സെർച്ച് ആണ്. ഞാൻ മുമ്പേ പറഞ്ഞ ആ സംഭവം തന്നെ. റൺ ടൈമിനെ പറ്റി പറയുന്നത് കോൺസ്റ്റന്റ് ടൈം. കോൺസ്റ്റന്റ് ടൈം ആകുമ്പം ഇത് 1 ഒറ്റ ലൈൻ. ഇവിടെ ലീനിയർ ടൈം ആണ്, അതായത് ഇവിടെ n അനുസരിച്ച് ഇതിന്റെ സമയം കൂടും. I2 to n ആണ്. അപ്പൊ അതിലെ മിനിമം കാണും. അവിടെ n കൂടുന്നതിനനുസരിച്ച് ഇത് കൂടും. ലീനിയർ ആയി. ലോഗരിതമിക് ടൈം അത്ര എഫിഷ്യന്റ് അല്ല, എങ്കിലും മജോറിറ്റി ഓഫ് അൽഗോരിതംസ് കം ഇൻ ടു ദിസ് സെക്ഷൻ. ലോഗരിതമിക് ടൈം, ക്യൂബിക് ടൈം, ക്യൂബ് വരുന്നത് ഇങ്ങനെ. എക്സ്പോണൻഷ്യൽ ടൈം k⁻n. അവിടെ ഇതിപ്പോ നിങ്ങൾക്ക് വരുന്ന കുറെ എണ്ണത്തില് എക്സ്പോണൻഷ്യൽ ആയിട്ടൊക്കെ വരുന്ന ഇതുകളുണ്ട്. എക്സ്പോണൻഷ്യൽ ടൈം, ഫാക്ടോറിയൽ ടൈം, ഫാക്ടോറിയൽ വരുന്നൊരു ഇതിനകത്ത് വരുന്നുണ്ട്, ബ്രാഞ്ച് ആൻഡ് ബൗണ്ടിൽ. ഇതാണ് മുമ്പേ പറഞ്ഞത് ബെസ്റ്റ് കേസ്, വേസ്റ്റ് കേസ്, ആവറേജ് കേസ്. ഇപ്പൊ ഇതൊരു ലീനിയർ സെർച്ച് കാണിച്ചുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പൊ ലീനിയർ സെർച്ച് ഇത് പറഞ്ഞാൽ ടു ഒബ്വിയസ് ആണ്. ബെസ്റ്റ് കേസ് ഓഫ് കേസ് വെൻ x is the first element in the array. അതായത് മുമ്പ് ഞാൻ പറഞ്ഞ തന്നെ 10 എലമെന്റ് ഉണ്ട്, 10 എലമെന്റിലെ ആദ്യത്തെ 10 ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ആ 10 ഇതിനകത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ബെസ്റ്റ് കേസാണ്. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് അത് കിട്ടുന്നേ ഇല്ല, അല്ലെങ്കിൽ അത് ലാസ്റ്റ് എലമെന്റ്. അങ്ങനെ ആവറേജ് കേസ് ഇപ്പൊ ഒരു n/2 വെച്ച് കഴിഞ്ഞാൽ അത് ആവറേജ് കേസ് ആയിട്ട് എടുക്കും. പൊതുവെ പറയുന്നത് ആവറേജ് കേസ് ഇപ്പം അങ്ങനെ നോക്കാറില്ല, ഒന്നീ ബെസ്റ്റ് അല്ലേ ഫസ്റ്റ് എന്നുള്ള. ഇതാണ് ബിഗ് O നൊട്ടേഷൻ. ഇതിന് പക്ഷേ ഇതല്ലാതെ ഒരു ഡെഫിനിഷൻ ഉണ്ട്, അത് നമുക്ക് അടുത്ത യൂണിറ്റിലാണ്. ബിഗ് O ഇപ്പൊ ഇതിനകത്ത് അങ്ങ് ചുമ്മാ പറഞ്ഞിട്ടേ. ബിഗ് O അപ്പർ ബൗണ്ട്, ഒമേഗ ലോവർ ബൗണ്ട്, പിന്നെ ഇൻ ബിറ്റ്വീൻ തീറ്റ നൊട്ടേഷൻ. ബിഗ് O, ഒമേഗ, തീറ്റ. ഇനിയാണ് ഞാൻ മുമ്പേ പറഞ്ഞ ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് അല്ലെ. ടൈപ്സ് ഉണ്ട്, പിന്നെ ടെക്നിക്സ് ഉണ്ട്. ടൈപ്സ് ഏതൊക്കെയാണ്? സോർട്ടിംഗ് ഉണ്ട്, സെർച്ചിങ് ഉണ്ട്, ഗ്രാഫ് പ്രോബ്ലം ഉണ്ട്, കോമ്പിനേറ്റോറിയൽ പ്രോബ്ലം ഉണ്ട്, ജിയോമെട്രിക് ഉണ്ട്, ന്യൂമറിക്കൽ ഉണ്ട്. സോർട്ടിംഗ് എന്ന് പറയുന്നത് ഒബ്വിയസ് ആണ്, സോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഒരുപാട് സോർട്ടിങ് അൽഗോരിതം ഉണ്ട്. സോർട്ടിങ് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ആ പല മെത്തേഡ് വെച്ച്, പല ടെക്നിക്ക് പറഞ്ഞില്ല, ആ പല ടെക്നിക്ക് വെച്ചുള്ള സോർട്ടിങ്. പിന്നെ സെർച്ചിങ്ങും എന്താണ്? സെർച്ചിങ് ഈസ് ഫൈൻഡിങ് ആൻ എലമെന്റ് referred as search key in a given set of items may have redundant value. Searching is one of the most important database. Searching is most while designing an algorithm, it is highly influenced. അതാണ്, അതായത് അണ്ടർലൈൻ ഡേറ്റ
സെർച്ചിങ്ങിന്റെ കാര്യത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഡേറ്റ ഡൈനാമിക് ആണെങ്കിൽ ഡൈനാമിക് ഡേറ്റയ്ക്ക് വേണ്ടിയിട്ടുള്ള സെർച്ചിങ് അൽഗോരിതവും സ്റ്റാറ്റിക് ഡേറ്റയ്ക്ക് വേണ്ടിയിട്ടുള്ള സെർച്ചിങ് അൽഗോരിതവും എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. സിമിലർലി സ്ട്രിംഗ് പ്രോസസ്സിംഗ് അതാണ് അവിടെ ശ്രദ്ധിച്ചോണം. നിങ്ങളുടെ ബുക്ക് വായിക്കുമ്പോൾ എക്സ്പോണൻഷ്യൽ ഇൻക്രീസ് ഇൻ ടെക്സ്റ്റുവൽ ഡേറ്റ ഡ്യൂ ടു വേരിയസ് ആപ്ലിക്കേഷൻസ് ഓവർ സോഷ്യൽ മീഡിയ ആൻഡ് ബ്ലോഗ്സ് സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് അൽഗോരിതംസ് ബിക്കം എ കറന്റ് ഏരിയ ഓഫ് റിസർച്ച്. അതായത് ഈ സ്ട്രിംഗ് പ്രോസസ്സിംഗ് നേരത്തെ വലിയ ഒരു ഇപ്പൊ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇത് അങ്ങനെ ഒരു ടോപ്പിക്കായിട്ട് പറയാറുണ്ട്. ഇപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സോഷ്യൽ മീഡിയ ബ്ലോഗ് ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ വന്നു കഴിഞ്ഞപ്പോഴത്തേന് സ്ട്രിംഗ് പ്രോസസ്സിംഗ് ടെക്നിക്ക് വളരെ ഒരുപക്ഷെ സെർച്ചിങ്ങിനേക്കാളും സോർട്ടിങ്ങിനേക്കാളും കൂടുതലായിട്ട് ഇപ്പൊ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് സ്ട്രിംഗ് പ്രോസസ്. ഒരു ടൈപ്പ് ഗ്രാഫ് പ്രോബ്ലം എന്ന് പറയുന്നത് മുമ്പേ പറഞ്ഞ ഗ്രാഫ് യൂസ് ചെയ്തുകൊണ്ടുള്ള മിസ്റ്റേക്ക്. അതായത് ഇവിടെ ഗ്രാഫും യൂസ് ചെയ്യുന്നുണ്ട്, നെറ്റ്വർക്കിന്റെ റൂട്ടിങ് വരുന്നുണ്ട്, നോട്ട്സ് ഓഫ് എ ഗ്രാഫ് റൂട്ടിങ് വരുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇതുണ്ട്. ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം, ഗ്രാഫ് കളറിംഗ് പ്രോബ്ലം. ഈ ഗ്രാഫ് കളറിംഗ് പ്രോബ്ലം വെരി ഇൻട്രസ്റ്റിംഗ് പ്രോബ്ലം, അത് നിങ്ങൾക്കുള്ളതാണ്. അതായത് അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് 3 നോട്ട്സ് കൊണ്ട് മാക്സിമം എത്ര കൺട്രീസിനെ ഇത് ചെയ്യാം, അല്ലെങ്കിൽ എത്ര കൺട്രീസിനെ 3 കളർ കൊണ്ട് 4 കൺട്രീസിനെ എങ്ങനെ മാപ്പ് ചെയ്യാം. പിന്നെ അതായത് ബോർഡറിൽ കിടക്കുന്ന 2 രാജ്യങ്ങളുടെ സെയിം കളർ വരരുത്, ആ രീതിയിൽ. അങ്ങനത്തെ ആൾക്കാർ എല്ലാം ഗ്രാഫ് വെച്ചാണ് ഇത് വരയ്ക്കുന്നത്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ കാണിച്ചു തരാം. അതൊരു ഗ്രാഫ് ആണെന്ന് എങ്ങനെയെന്ന് കാണിക്കാം. ഇത് കോമ്പിനേറ്റ് പ്രോബ്ലം, അതായത് ഇതാണ് പറയുന്നത് മോർ ദാൻ വൺ സൊല്യൂഷൻ ഫൈൻഡ് പെർമിറ്റേഷനും കോമ്പിനേഷനും അങ്ങനെ ഒരുപാട് ഇത് വരുന്നുണ്ട്. പക്ഷെ അതിനകത്തുള്ള പ്രോബ്ലംസ് ഒന്നും തന്നെ ഇതിന്റെ ഐഡിയ നിങ്ങൾക്ക് ഇല്ല. ജോമെട്രിക് പ്രോബ്ലത്തിലാണ് ക്ലോസസ്റ്റ് പെയർ പ്രോബ്ലം. അതുപോലെ തന്നെ ഇതായത് ഈ കോൺവെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റീരിയർ ആംഗിൾ 180 ഡിഗ്രിയിലും കുറവാകുകയും 2 വെർട്ടിസസ് തമ്മിൽ ജോയിൻ ചെയ്യുന്നത് ഇതിന് പുറത്തോട്ട് പോകാതിരിക്കുകയും ചെയ്യാം. അതാണ്. അപ്പൊ അങ്ങനത്തെ ഇത് കൂടുതലും ജോമെട്രിക് പ്രോബ്ലം, അതായത് ജോമെട്രിക്കൽ മാനിപ്പുലേഷൻ ആണ് ഇതിനകത്ത്. ഇതെല്ലാം വരുമല്ലോ നിങ്ങളുടെ ഈ ബ്രസൻഹാം ലൈൻ അൽഗോരിതം, പിന്നെ ഉണ്ടായിരുന്നല്ലോ ബോക്സ് റെക്ടാംഗിൾ ഡ്രോയിങ് അൽഗോരിതം, സർക്കിൾ അൽഗോരിതം, ഇതൊക്കെ നമുക്ക് ജോമെട്രിക് ഇതാണ്. അപ്പൊ അവിടെ നമ്മൾ ആ റേഡിയസ് കാണുന്നതും എനിക്ക് ഓർക്കുന്നില്ല, റേഡിയസ് കാണുന്ന ഒരു അൽഗോരിതം ഒക്കെ ഉണ്ട് അതിനകത്ത്. ന്യൂമറിക്കൽ പ്രോബ്ലത്തിന്റെ കാര്യത്തിൽ ഇതാണ് പ്രശ്നം പറയുന്നത്. ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഓഫ് ന്യൂമറിക്കൽ കമ്പ്യൂട്ടർ ആർ സൈമിൾട്ടേനിയസ് ലീനിയർ ഇക്വേഷൻ, അവിടെ എന്ന് വെച്ചാൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഡെഫിനിറ്റ് ഇന്റഗ്രേഷൻ, ഇങ്ങനത്തെ ഒരുപാട് കേസുകളിൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരും. ബട്ട് അതായത് പറയുന്നുണ്ട് ബിഗസ്റ്റ് ഡ്രോബാക്ക് ഓഫ് എ ന്യൂമറിക്കൽ അൽഗോരിതം ഇസ് ദ അക്യൂമുലേഷൻ ഓഫ് എറേഴ്സ് ഓവർ ദ മൾട്ടിപ്പിൾ ഇറ്ററേഷൻസ് ഡ്യൂ ടു റൗണ്ടിങ് ഓഫ് ദ അപ്രോക്സിമേറ്റ് റിസൾട്ട് അറ്റ് ഈച്ച് ഇറ്ററേഷൻ. ഇപ്പൊ പോലും അനലോഗ് കമ്പ്യൂട്ടേഷൻ സാധാരണ അൽഗോരിതമിക് ടെക്നിക്കിന് ഇതാകാതിരിക്കുക. ഇതിനകത്ത് ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞ ഡിവൈഡ് കോൺകർ അപ്രോച്ച്. ഇത്രയേ ഉള്ളൂ. ഡിവൈഡ് ദ പ്രോബ്ലം ഇൻറ്റു സെറ്റ് ഓഫ് സബ് പ്രോബ്ലംസ്, എന്നിട്ട് സോൾവ് എവരി സബ് പ്രോബ്ലം ഇൻഡിവിജ്വലി ബൈ റിക്കർസീവ് അപ്രോച്ച്. ഇത്രയേ ഉള്ളൂ. നമ്മൾ മുമ്പേ പറഞ്ഞ 10 ഉം 25 എടുക്കുക, എന്നിട്ട് ഓരോന്ന് രണ്ടിന്റെയും മാക്സിമം കണ്ടു, ആ രണ്ടെണ്ണത്തിന്റെയും കൂടെ മാക്സിമം മേളിൽ കണ്ടു. ഇത് 10 എണ്ണം ഉണ്ടെങ്കിലും അങ്ങനെ തന്നെ, 10 എണ്ണം ഉണ്ടെങ്കിൽ 5 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യും. ഈ 2 എണ്ണം വെച്ച് 5 ഗ്രൂപ്പ്, ഓരോന്നിന്റെ മാക്സിമം. എന്നിട്ട് ഇത് മേളിലോട്ട് കൊണ്ടുപോയിട്ട് അതിന്റെ മാക്സിമം, അതിന്റെ മുകളിൽ അതിന്റെ മാക്സിമം. ഇതാണ് ഈ പറയുന്നത് ഡിവൈഡ് ദ പ്രോബ്ലം ഇൻറ്റു എ സെറ്റ് ഓഫ് സബ് പ്രോബ്ലംസ് ലോവർ ലെവൽ ലീഫ് നോഡ് ആയിട്ട് വരും. സോൾവ് എവരി സബ് പ്രോബ്ലം ഇൻഡിവിജ്വലി ബൈ റിക്കർസീവ് അപ്രോച്ച്. ഒരേ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട്, അപ്പൊ ഒരേ അൽഗോരിതം യൂസ് ചെയ്തുകൊണ്ടാണ് ഈ മാക്സിമം മിനിമം കാണുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ മെർജ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് അതുണ്ട് ബൈനറി സെർച്ച്, സ്പാർസ് മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ ഗ്രീഡി ഞാൻ പറഞ്ഞല്ലോ. ഗ്രീഡി സാധാരണ മീനിങ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലുക്ക് ഫോർ ദ ബെസ്റ്റ് സക്സസ്. പിന്നെ അതിന് കുറെ അങ്ങനെയല്ല, തിയറി പറയുമ്പോൾ ഇത് തന്നെ പറയണം. യൂസിങ് ഗ്രീഡി അപ്രോച്ച് ഓപ്റ്റിമൈസേഷൻ പ്രോബ്ലംസ് ആർ സോൾവ്ഡ് എഫിഷ്യൻലി. In an optimization problem, the given set of input values are either to be maximized or minimized. എന്ത് പറയാണ് ഗ്രീഡി അൽഗോരിതം. അതാണ് നാപ്സാക്ക് പ്രോബ്ലത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. നാപ്സാക്ക് പ്രോബ്ലത്തിൽ ചൂസസ് എ ലോക്കൽ ഓപ്റ്റിമം.
ഫാക്ടർ ആക്കി. ഇതാണ് ഡിറ്റർമിനിസ്റ്റിക് ആൻഡ് സ്റ്റോക്കാസ്റ്റിക് അൽഗോരിതം എന്ന് പറയുന്നത്. ഡിറ്റർമിനിസ്റ്റിക്കില് യു നോ വാട്ട് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ്. സ്റ്റോക്കാസ്റ്റിക്കിൽ അതില്ല. അപ്പൊ എന്താണെന്ന് വെച്ചാൽ സ്റ്റോക്കാസ്റ്റിക് ഇല്ലാത്ത ഒരു അൽഗോരിതം നിങ്ങൾക്ക് വരുന്നുണ്ട് ബ്രാഞ്ച് ആൻഡ് ബൗണ്ടില്. ബ്രാഞ്ച് ആൻഡ് ബൗണ്ടിലെ ട്രാവലിംഗ് സേഫ് സ്പേസ് ആൻഡ് പ്രോബ്ലം. അതിനകത്ത് യു ഹാവ് ടു യൂസ് അവിടെ ഒരു ബൗണ്ട് ഒക്കെ പറയും. കാരണം രണ്ടിടത്തുനിന്നും പോകാം, മനസ്സിലായി. ഒരു പോയിന്റ് എടുത്തു, പോയിന്റ് എയിൽ നിന്ന് ബിയിലേക്കേ പോകത്തുള്ളൂ സാധാരണ രീതിയിലുള്ള അൽഗോരിതം. ഇതല്ല, എയിൽ നിന്ന് ബിയിലേക്ക് പോകാം, എയിൽ നിന്ന് സിയിലേക്ക് പോകാം, എങ്ങോട്ട് വേണേ പോകാം. ദെൻ വി ഹാവ് ടു ഡിഫൈൻ എന്താ പറയണ്ടേ, സി വാല്യൂ, യു വാല്യൂ എന്നൊക്കെ പറയും. ആ വാല്യൂസ് ഡിഫൈൻ ചെയ്യുന്ന കോംപ്ലിക്കേറ്റഡ് അൽഗോരിതം ആണ്. ഓട്ടോമാറ്റിക്കലി ഇറ്റ്സ് കോംപ്ലക്സിറ്റി ഈസ് എക്സ്പോണൻഷ്യൽ. റണ്ണിങ് ടൈം വായിച്ചു. അടുത്തതിന്റെ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ. കാരണം അതെന്ന് വെച്ചാൽ അതിനകത്ത് വലിയൊരു ഇതില്ല. കാരണം കുറച്ച് ഈ നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഇത് പറയുക, ശ്രദ്ധിക്കുക. 1+2+ ഇങ്ങനെ n വരെ നോക്കുക. അത് നോക്കുക. 1+2+n. ഇതൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇത്ര എണ്ണം വരുമ്പോൾ n × n+1/2 ഈ സീക്വൻസിന്റെ സം. ഇതുപോലെ I² ആണെന്നുണ്ടെങ്കിൽ 1² + 2² n × n+1 2n+1 I³ ആണെങ്കിൽ ഈ ഇത്. പിന്നെ 1 × 2 × n ഈ ഒരു നൊട്ടേഷൻ കൊണ്ട് സ്പെസിഫൈ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഫംഗ്ഷനെ പറ്റി പറയാം. 2 ഗിവൺ സെറ്റ്സ് ഉണ്ട്, എ ആൻഡ് ബി. അപ്പൊ എ ആൻഡ് ബി എന്ന് പറയുന്ന ഓരോ എലമെന്റിനെയും ഒരു യുണീക്ക് എലമെന്റ് ബിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു. നിങ്ങൾ സ്ട്രീറ്റിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കണം. എഫ് അതായാലും അതിന്റെ നൊട്ടേഷൻ ഇതാണ്, എഫ് എ. പിന്നെ ഫ്ലോർ ഫംഗ്ഷൻ. ഫ്ലോർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ലെറ്റക്സ് ഇതാണ്. ഫ്ലോർ ഫംഗ്ഷൻ ഡിനോട്ടഡ് ആ നൊട്ടേഷൻ നോക്കാം. മാർക്സ് ഈച്ച് റിയൽ നമ്പർ എക്സ് ടു ദ ഇന്റിജർ വിച്ച് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ഇന്റിജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. ഇപ്പൊ ഇവിടെ 3.5 അല്ലേ? പിന്നെ അതായത് അതിന്റെ ഏറ്റവും തൊട്ട് താഴെ വരുന്നതാണ് 3. അങ്ങനെ ഇതേപോലെ തന്നെ സീലിംഗ് ഫംഗ്ഷൻ മുകളിൽ വരുന്നത് 3.5 4 ഫംഗ്ഷൻസ് ആണ്. പിന്നെ ലോഗരിതംസ്. ലോഗരിതംസിന്റെ ഇതെനിക്ക് തോന്നുന്നു പിന്നത്തെ കോംപ്ലക്സിറ്റി നോക്കാനുള്ളതാണ്. ലോഗരിതം ഇതുണ്ടോ, ലോഗ് ഓഫ് BC to the base A എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഗ് B to the base A പ്ലസ് ലോഗ് C to the base A. സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. ലോഗ് B raised to n to the base A n ഇപ്പുറത്തോട്ട് എടുത്തു, ലോഗ് B raised to B to the base A. പിന്നെ പറയാണ് ലോഗ് A to the base B is equal to log B to the base A. ഇതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കാന്നുള്ളതേ ഉള്ളൂ. ലോഗ് 1/b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗ് 1/b to the base A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ലോഗ് A to the base B. ഇക്വേഷൻസ് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. സിംപ്റ്റോട്ടിക് ബൗൺസിനെ പറ്റി ഇനി കാര്യമായിട്ട് വിഷയത്താഴെ വരുന്നുണ്ട്. പിന്നെ ഒരെണ്ണം ഉള്ളത് എക്സ്പെക്ടേഷനെ പറ്റിയാണ് ഈ പറയുന്നത്. അതായത് ഇപ്പം 10% ഓഫ് മാസ് പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻറ് സെറ്റ് 0%, അതായത് എക്സ്പെക്ടഡ് വാല്യൂ എന്ന് പറയുന്നത് എക്സ്പെക്ടഡ് വാല്യൂ സ്റ്റാറ്റിസ്റ്റിക്സിലുള്ളതാണ്. 0% to 20% റേഞ്ച് ഓഫ് മാസ് 8 പേർ കിട്ടിയിട്ടുണ്ട്. 20 to 40 20, 40 to 60 57. അപ്പൊ ഇതാണ് ഏറ്റവും വലിയ ഗ്രൂപ്പ്. 60 to 80 9, 80 to 9. അപ്പൊ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ 0 to 20യുടെ പകുതി 10, 20 to 40യുടെ പകുതി 20, 40 to 60യുടേത് 50. അങ്ങനെ കണ്ടിട്ട് അത് റൈറ്റ് സൈഡിലായിട്ട് ഇത് കൊടുക്കും. കണ്ടോ, റൈറ്റ് സൈഡിലായിട്ട് ഇത് കൊടുത്തു. അവസാനം കൊടുത്തത് 180 ആയിരുന്നു, അതിന്റെ പകുതി 90 കൊടുത്തു. 90 കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ 6 എന്നു. ഇങ്ങനെ ഇത്രയും കൊടുത്തു കഴിഞ്ഞ് അതിന്റെ എക്സ്പെക്ടേഷൻ ആയിട്ട് എന്ത് കൊടുത്തു? ഇവിടെ 10, ഇത് 8% ഓഫ് മാസ് ആണ്. 10 × 8/100. ഇവിടെ 30 × 20/100. അതുപോലെ തന്നെ അവിടെ 50 × 57/100. ഇതെല്ലാം കൂടെ 47. അതായത് അപ്പൊ നമുക്കൊരു ഇത് കിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ മുമ്പത്തെ കാണും. അപ്പൊ 47 ആണ് എക്സ്പെക്ടഡ് % ഓഫ് മാർക്ക്. അത് നമുക്കൊരു ഇൻറ്റ്യൂഷനിൽ നിന്ന് കിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ
ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന 50% മാർക്കിനകത്താണ് 57 വന്നിരിക്കുന്നത്. അപ്പൊ ഒരാൾക്ക് നമുക്കൊരു 47 എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് അസിംപ്റ്റോട്ടിക് ബൗൺസിന് നമുക്ക് കൂടുതൽ നോക്കാനുള്ളതാണ്. എന്തായാലും ഡിവൈഡ് ആൻഡ് കോൺകർ, സ്റ്റെബിലിറ്റി ഇൻ പ്ലേസ്, അതായത് ഈ ഒരു സംഗതി ഞാൻ പറയാറുണ്ട്. ആ സോർട്ടിങ്ങില് സ്റ്റെബിലിറ്റി ഇൻ പ്ലേസ് എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് ഉണ്ട്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ സോർട്ട് ചെയ്തു എന്ന് വിചാരിച്ചു. ഈ പോയിന്റ് ശ്രദ്ധിക്കുക. ഇൻ ആൻ ഇൻപുട്ട് ലിസ്റ്റ് there are two equal items. ഐയിലും ജെയിലും 2 ഈക്വൽ ഐറ്റംസ് ഉണ്ടാകുകയും ഐയുടെ പൊസിഷൻ ജെയുടെ പൊസിഷനേക്കാളും താഴെ ആയിരിക്കുകയും ചെയ്തു എന്ന് വെച്ചു. അങ്ങനെയാണ് സോർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ഒരു പൊസിഷൻ വരുമല്ലോ, രണ്ടിനും കെയും എല്ലും എന്ന് വരുന്നെന്ന് വെച്ചു. അപ്പൊ കെ ലെസ് ദാൻ എല്ലാം മനസ്സിലായി. അതായത് ഇപ്പൊ 10ാമത്തെ പൊസിഷനിലും പിന്നെ സോർട്ട് ചെയ്യുന്നതിന് മുമ്പ് 10ാമത്തെ പൊസിഷനിലും 12ാമത്തെ പൊസിഷനിലും രണ്ട് പേര് ഇരുന്നിരുന്നു എന്ന് വിചാരിക്കുക. 2 പേര് 10ലും 12ലും ഇരുന്നു. സോർട്ട് ചെയ്തപ്പം ഓട്ടോമാറ്റിക് ആയിട്ട് ഇവർ അടുത്തടുത്ത് വരും, 2 ഈക്വലാണ്. അവർ അടുത്തടുത്ത് വരുമ്പോൾ 10ഉം 11ഉം ആവും. അപ്പൊ 10ഉം 11ഉം ആകുമ്പോൾ 10ൽ എ വരണം, 11ൽ ബി വരണം. അതാണ് ഇതായിട്ട് വരുന്നത്, ഇൻപ്ലേസ് ആയിട്ട് വരണമെന്നാണ് ആ പറഞ്ഞത്. സോർട്ടിങ് അൽഗോരിതം നീഡ്സ് ടു സ്റ്റോർ എലമെന്റ്സ് ഡ്യൂറിംഗ് ദ സ്വാപ്പ്. അതായത് സ്വാപ്പിംഗ് ഫോർ സ്മോൾ സെറ്റ്, അതൊക്കെ സോർട്ടിങ് അൽഗോരിതം. സ്വാർട്ടിങ്ങിൽ എപ്പോഴും സ്വാപ്പിംഗ് വരുന്നുണ്ട്. നിങ്ങൾക്കറിയാം, എ ലെസ് ദാൻ ബി ആണെങ്കിൽ ഉടനെ തന്നെ എ ഒരിടത്തോട്ട് എടുത്തിട്ട് ബി മറ്റേ എ ഗ്രേറ്റർ ദാൻ ബി ആണെന്ന്. അപ്പൊ ഏറ്റവും ചെറുതാണ് ആദ്യം വരുന്നെങ്കിൽ ഒരു ടെമ്പററി വേരിയബിളിലേക്ക് ഒരു വേരിയബിൾ കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്താണ് ഇത് വരുന്നത്. ഇതാണ് എ സോർട്ടിംഗ് അൽഗോരിതം നീഡ്സ് എക്സ്ട്രാ മെമ്മറി സ്പേസ് ടു സ്റ്റോർ എലമെന്റ്സ് ഡ്യൂറിംഗ് ദ സ്വാപ്പിംഗ് പ്രോസസ്. ഫോർ സ്മോൾ സെറ്റ് ഓഫ് ഐറ്റംസ് ഇൻ എ ലിസ്റ്റ് constraint is not observable, but for an input list of them, an algorithm is said to be in place if the required extra memory is not. അപ്പൊ അത്ര ഒരു എക്സ്റ്റേണൽ സ്വാപ്പിംഗ് ഒരുപാട് ടു മച്ച് സ്വാപ്പിംഗ്, ഇതൊന്നും അതിന്റെ എക്സാക്ട് ആയിട്ട് ഇത്ര നമുക്ക് പറയാൻ പറ്റില്ല. ടു മച്ച് സ്വാപ്പിംഗ് അവോയ്ഡ് ചെയ്യുക, അതിനാണ് ഇൻ പ്ലേസ് സ്വാപ്പിംഗ് എന്ന് പറയുന്നത്. നമുക്കൊന്നുകൂടെ അതിന്റെ ഇത് ഒന്നുകൂടെ നോക്കാം. സ്റ്റെപ്സ് ഞാൻ പറയുന്ന അതൊന്ന് നിങ്ങൾക്കത് പറ്റുമെങ്കിൽ അതൊന്ന് ഒരു പേപ്പറിലൊന്ന് എഴുതിയിട്ട് കഴിഞ്ഞാൽ എനിക്കൊന്ന് കൂടുതൽ പറ്റുമെന്നാണ്. ഇത് നിങ്ങളുടെ ബുക്കിലുണ്ട്, ഈ GCD അൽഗോരിതം. അത് ബുക്കിൽ പക്ഷെ കുറച്ച് ലെങ്തി ആയിട്ടാണ് കിടക്കുന്നത്. നമുക്ക് ഇത്രയും നോക്കിയാൽ മതി, എഴുതുമ്പോഴും ഇത്രയും കൊടുത്താൽ മതി. GCD A, B കൊടുത്തു, while B not equal to 0, GCD ഇത് ഫംഗ്ഷൻ നെയിം GCD എന്നാണ്, അതിലെ ആർഗ്യുമെന്റ്സ് AB. അപ്പം സാധാരണ നമ്മൾ കൊടുക്കുമ്പോൾ റിട്ടേൺ ആണെങ്കിൽ ഇപ്പോഴത്തെ ഇൻഡൊക്കെ കൊടുക്കും. ഇവിടെ അൽഗോരിതത്തിന്റെ ആവശ്യമില്ല. while B not equal to 0, T is equal to B, B is equal to A mod B, A is equal to B, റിട്ടേൺ A. അപ്പൊ ഇവിടെ നമ്മൾ GCD 10,4 കൊടുത്തു. നോക്കുക, ഇവിടെ ഇപ്പം B 4 ആണ്, നോട്ട് 0. അപ്പൊ താഴോട്ട് വന്നു, ടിയിലേക്ക് B കൊടുത്തു. You have sent 4 to T. Now B is equal to A mod B. Now B is equal to, ഇവിടെ A 10 ആണ്, B 4 ആണ്, 10 mod 4. So B is equal to 10 divided by 4 കഴിഞ്ഞ് വരുന്ന റിമൈൻഡർ 2. അപ്പം എന്നിട്ട് എയിലേക്ക് ടിയുടെ വാല്യൂ കൊടുക്കും 4. എന്നിട്ട് നോക്കും B 0 ആയിട്ടുണ്ടോ. B 0 ആയിട്ടില്ല. B 0 ആയാൽ അവിടെ വെച്ച് സ്റ്റോപ്പാണ്. B 0 ആയിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് T is equal to B ആണ്. ഇവിടെ ബിയുടെ വാല്യൂ 2 ആണ്. So here T is equal to 2. Now B is equal to
എ മോഡ് ബി. എയുടെ വാല്യൂ 4 ആക്കിയിരുന്നു നമ്മൾ, ബിയുടെ വാല്യൂ 2 ആക്കിയിരുന്നു. സോ ബി ഈസ് ഈക്വൽ ടു എ മോഡ് ബി, ദാറ്റ് ഈസ് 4 മോഡ് 2. 4 മോഡ് 2 എന്താ? 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് റിമൈൻഡർ 0. സോ ബി ഈസ് ഈക്വൽ ടു 0. പക്ഷെ അവിടെ വെച്ച് നിർത്താൻ പറയുന്നില്ല, അടുത്തതും കൂടെ കണ്ടിട്ട് റിട്ടേൺ ചെയ്താണ്. അതുകൊണ്ട് അത് ഇനി എയിലേക്ക് എന്ത് കൊടുത്തു? ടി കൊടുത്തു. എയിലേക്ക് ഈ ടി ആയ 2. അപ്പം ബി 0 ആയി. ഇനി ഇവ റിട്ടേൺ ചെയ്യും. സോ 2 നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അൽഗോരിതം നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്, അതും സിമ്പിൾ അൽഗോരിതം ആണ്. അങ്ങനെ തന്നെ അങ്ങനെ ചെയ്യാം. ഇതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ചെറിയ പേപ്പറിൽ എഴുതിയെടുക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഇത്രയേ ഉള്ളൂ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് മോസ്റ്റ് പ്രോബബ്ലി തീറ്റ ഓഫ് എൻ ആയി, ബിഗ് ഓഫ് ഇതാണെന്നുള്ള ഉറപ്പ്, പിന്നെ ഒമേഗ ആയിട്ടും ഒക്കെ ഇത് വരും. അതായത് അൽഗോരിതം സം എ കോമ എൻ, അൽഗോരിതം സം എ കോമ എൻ, ദാറ്റ് ഈസ് എ സ്റ്റെപ്പ് 1. ഫ്രം ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റെപ്പ് 2, താഴെ എസ് ഈസ് ഈക്വൽ ടു 0.0. അത് നമ്മൾ ലോക്കൽ വേരിയബിൾ അസൈൻ ചെയ്യുക. 3. സ്റ്റെപ്പ് 4ൽ ഫോർ ഐ ഈസ് ഈക്വൽ ടു 1 to n. I is equal to 1 to n എന്ന് പറഞ്ഞാൽ നാച്ചുറലി ഇറ്റ് വിൽ എക്സിക്യൂട്ട് n+1 ടൈം. I is equal to 1 to n, n ആയി കഴിഞ്ഞ് ഒന്നുകൂടെ അത് വരും. എന്താണ്? n+1 ആകുമ്പോഴാണ് അത് ടെർമിനേറ്റ് ആണ്. n+1 ഇതിനകത്ത് വരുമ്പോൾ s is equal to s plus of a of i, അതിനകത്ത് n ടൈം വരും. മുകളിൽ n+1 വരും, താഴെ n ടൈംസ്. റിട്ടേൺ സി ഒരൊറ്റ സെറ്റ് ആണ് 1. ക്ലോസ് ചെയ്ത ബ്രാക്കറ്റ് 0. ഇനി ഇതെല്ലാം കൂടെ കൂട്ടുക. 0 0 1 n+1 n 1 0 കൂട്ടുമ്പോൾ 2n + 3. ആക്ച്വലി പോളിനോമിയൽ എഫിഷ്യന്റ് അൽഗോരിതം. ഇവിടെ അതുപോലെ തന്നെ അൽഗോരിതം സം എ കോമ ബി കോമ സി കോമ എം കോമ എൻ. എ ഒരു അര ആയിരിക്കാനാണ് ചാൻസ്, ബി ഒരു അര, സി ഒരു അര, എം എൻ എന്ന് പറഞ്ഞ സൈസാണ്. ബ്രാക്കറ്റില് ക്യാപിറ്റൽ എ കോമ ക്യാപിറ്റൽ ബി കോമ ക്യാപിറ്റൽ സി കോമ എം കോമ എൻ. ഫ്ലോ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യം ഫോർ ഐ ഈസ് ഈക്വൽ ടു 1 to m. ഇത് പഴയ ഏതോ ലാംഗ്വേജിൽ പാസ്കൽ പോലത്തെ എഴുതിയിരിക്കുകയാണ്. അതായത് മൈലൂപ്പോ അങ്ങനെ ആണെന്ന് വിചാരിക്കാം. ഐ ഈസ് ഈക്വൽ ടു 1 to m. പിന്നെ താഴെ അത് ആദ്യത്തെ ഇതിന്റെ j ഈസ് ഈക്വൽ ടു 1 to n. പിന്നെ അതിനകത്ത് CIJ ഈസ് ഈക്വൽ ടു AIJ പ്ലസ് BIJ ക്ലോസ് ചെയ്യും. അപ്പൊ അൽഗോരിതം സം സ്റ്റെപ്പ് 1 ആണ്. സോ നമ്പർ ഓഫ് സ്റ്റെപ്പ് അവിടെ 0. ഫ്ലോ ബ്രാക്കറ്റ് അവിടെ സ്റ്റെപ്പ് 2 ആണ്, നമ്പർ ഓഫ് സ്റ്റെപ്പ് 0. താഴെ ഫോർ ഐ ഈസ് ഈക്വൽ ടു 1 to m എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ m+1 ടൈമിൽ എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് അത് താഴോട്ട് m ടൈമിൽ എക്സിക്യൂട്ട് ചെയ്യും. പക്ഷെ അതിന് താഴെ m ടൈമിൽ വരുന്നത് പിന്നെ ഒരു ഫോർ ലൂപ്പാണ്. ഐ ഈസ് ഈക്വൽ ടു 1 to n. അപ്പൊ ഐ ഈസ് ഈക്വൽ ടു 1 to n ഒറ്റയ്ക്കാണ് n+1 ടൈമിൽ എക്സിക്യൂട്ട് ചെയ്യും. പക്ഷെ m താഴോട്ട് വന്നതുകൊണ്ട് അത് m × n+1 ടൈമിൽ എക്സിക്യൂട്ട് ചെയ്യും. ഇനി ഈ n+1 ടൈം ഫോർ എക്സിക്യൂട്ട് ചെയ്യുന്ന അതിനകത്തേത് എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യും? n ടൈംസിൽ എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ മുകളിലത്തെ m താഴെ വന്നിട്ടുണ്ട്, അകത്തെ n ഉണ്ട്. അപ്പൊ mn ടൈംസിൽ 5 എക്സിക്യൂട്ട് ചെയ്യും. ആറാമത്തെ ബ്രാക്കറ്റിൽ കാണുന്നത് 0 ആയി. ഇതെല്ലാം കൂടെ കൂട്ടി കഴിയുമ്പോഴത്തേന് നിങ്ങൾക്ക് ഒരു വാല്യൂ കിട്ടും 2mn + 2m + 1. ഇതാണ് ഇത് എഗെയിൻ എ പോളിനോമിയൽ. ഇതാണ്
ഇത് ഞാൻ പറഞ്ഞ റിട്ടേൺ ഇത് എന്താ അത് സ്പേസ് ഇൻസ്റ്റൻസ് വേരിയബിൾ ഇല്ലാത്തതുകൊണ്ട് അതിനെ 0 എന്ന് നമ്മളങ്ങ് പറഞ്ഞു. ഇതുപോലെ തന്നെയുള്ള അൽഗോരിതം സിമ്പിൾ അൽഗോരിതമാണ് സം എ കോമ ബി കോമ സി. ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ പറയുന്നു എ ഈസ് ഈക്വൽ ടു 1, ബി ഈസ് ഈക്വൽ ടു 2, സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി, റൈറ്റ് സി ബ്രാക്കറ്റ് ക്ലോസ്. നമ്മളോട് പറയാൻ എഴുതിയെടുക്കാനാണെങ്കിൽ അൽഗോരിതം സം ബ്രാക്കറ്റിൽ എ കോമ ബി കോമ സി ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. എ ഈസ് ഈക്വൽ ടു 1, ബി ഈസ് ഈക്വൽ ടു 2, സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി, റൈറ്റ് സി ക്ലോസ്. സ്റ്റേറ്റ്മെന്റ് 1 അൽഗോരിതത്തിന്റെ പേര് മാത്രം, നമ്പർ ഓഫ് സ്റ്റെപ്പ് 0. പിന്നെ ഫ്ലവർ ബ്രാക്കറ്റ്, അവിടെ നമ്പർ ഓഫ് സ്റ്റെപ്പ് 0. പിന്നെ എ ഈസ് ഈക്വൽ ടു 1 ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യും. പിന്നെ ബി ഈസ് ഈക്വൽ ടു 2 ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യും. 5 സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യുന്നു. 6ൽ റൈറ്റ് സി പറയുന്നുണ്ട്, ഒറ്റ തവണ. 7 ഫ്ലവർ ബ്രാക്കറ്റ് ഒരു തവണയില്ല, 0. എല്ലാം കൂടെ കൂട്ടുമ്പോൾ 4. കോൺസ്റ്റന്റ് ആണ്. ഓട്ടോമാറ്റിക്കലി ഇത് എന്തുതരം കോംപ്ലക്സിറ്റി ആയിരിക്കും ഇത് കാണിക്കാൻ പോകുന്നത്? ലീനിയർ ആയി, ലീനിയർ ഇതായിട്ടാണ് ഇത് വരുന്നത്. നമുക്ക് ആദ്യം മുതൽ ഒന്നുകൂടെ ഒന്ന് ചെയ്തിട്ട് ഇതൊന്നുകൂടെ ഒന്ന് നോക്കാം. പിന്നെ ഒരു അൽഗോരിതം എന്ന് പറഞ്ഞാല് സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ടു അച്ചീവ് എ ടാസ്ക് അല്ലെ, ഒരു സീക്വൻസ് ഓഫ് സ്റ്റെപ്സ്. അത് ഒരു സീക്വൻസ് ആയിരിക്കും. പിന്നെ അതിനകത്ത് വേണ്ടത് ഇൻപുട്ട് വേണം. ഇൻപുട്ട് മസ്റ്റ് അല്ല, പക്ഷെ ഔട്ട്പുട്ട് 1 ഓർ എനി എന്നുള്ളതാണ് എഫക്റ്റീവ്. ലേമാൻ വരെ ഒരു പേപ്പർ ആൻഡ് പെൻസിൽ കൊണ്ട് ഇത് മനസ്സിലാക്കാൻ പറ്റണം. ഡെഫിനിറ്റ്, അതായത് ആംബിഗ്വിറ്റി പാടില്ല ഓരോ സ്റ്റേറ്റ്മെന്റും. അതായത് എ ഈസ് ഈക്വൽ ടു ബി ഓർ എ ഈസ് ഈക്വൽ ടു 5 ഓർ 2 മനസ്സിലായി. അതുപോലെ തന്നെ പി ഈസ് ഈക്വൽ ടു 1/0 ഈ മാതിരി സ്റ്റേറ്റ്മെന്റ് പാടില്ല. അതാണ് ഡെഫിനിറ്റ് ആയിരിക്കും. ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സ്, ഇത്ര നമ്പർ ഓഫ് സ്റ്റെപ്സിനകം ഈ അൽഗോരിതം ഇത് ടെർമിനേറ്റ് ചെയ്യും. അത് ടൈം കോംപ്ലക്സിറ്റിയുടെ ഒരു ഇൻഡിക്കേഷൻ. ഇതിനകത്ത് വരുന്ന ഏരിയാസ് ഡിവൈസ് ആണ് അൽഗോരിതം. പിന്നെ വാലിഡേറ്റ് ആണ് അൽഗോരിതം. വാലിഡേഷന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു, വാലിഡേഷൻ ഏറ്റവും പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ പ്രൂഫാണ്. മാത്തമാറ്റിക്കൽ പ്രൂഫ് വെച്ചിട്ട് വാലിഡേറ്റ് ചെയ്യണം. പിന്നെ ടൈം കോംപ്ലക്സിറ്റി, ബെസ്റ്റ് ആവറേജ്, വേസ്റ്റ് ഇങ്ങനെയുണ്ട്. പിന്നെ നമ്പർ ഓഫ് സ്റ്റെപ്സ്, അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ ഞാൻ പറഞ്ഞു, ഒമേഗ നൊട്ടേഷൻ അവിടെ മിനിമം ആണ്, ബിഗ് O നൊട്ടേഷൻ അപ്പർ ബൗണ്ട് ആണ്, തീറ്റ ഇൻ ബിറ്റ്വീൻ. ഫംഗ്ഷൻ നമുക്കിപ്പോൾ കണ്ട അത് ഇപ്പൊ നമ്മളൊരു GCD കണ്ടല്ലോ, റിക്കർഷൻ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ കോളിംഗ് ഇറ്റ്സ്. ടൈപ്സ് ഉണ്ട് ഇതിനകത്ത്, സോർട്ടിംഗ് ഉണ്ട്, സെർച്ചിങ് ഉണ്ട്, സ്ട്രിങ് ഉണ്ട്, ഗ്രാഫിക്സ് ഉണ്ട്, ന്യൂമറിക് ഉണ്ട്, ജിയോമെട്രിക് ഉണ്ട്. ഇതൊക്കെ ഏതേത് ടൈപ്പാണെന്ന് നിങ്ങൾ ആ ബുക്കിൽ നിങ്ങളുടെ നോട്ടിൽ കൃത്യമായിട്ട് ഉണ്ട്. അത് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. സോർട്ടിങ് ഏതൊക്കെയാണ്, സെർച്ചിങ്, ഡിവൈഡ്, ഇതെല്ലാം നമുക്കിനി വരുന്നതാണ്. എങ്കിലും ഞാൻ പറയാം, ഡിവൈഡ് ആൻഡ് കോൺകർ ഒരു ഇതിനെ മൊഡ്യൂൾസ് ആയിട്ട് തിരിക്കുന്നു. മൊഡ്യൂൾസ് ആയിട്ട് ഓരോരോ ഇതായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഡയനാമിക്കൽ ടാബുലേറ്റഡ് വാല്യൂസ് പറയുന്നു. ബാക്ക് ട്രാക്കിങ്ങിൽ ഒരു കണ്ടീഷൻ വെച്ച് ബാക്ക് ട്രാക്ക്. അപ്പം ബാക്ക് ട്രാക്കിംഗ് എന്ന് പറയുന്ന ഒരു ഇത് നിങ്ങൾക്ക് എനിക്ക് നിങ്ങളുടെ ബുക്കിൽ അത് കാര്യമായിട്ടുണ്ട്. ബാക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ക്യൂൻസ് പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ ഈ ചെസ് കളിക്കുന്ന സമയത്തുള്ള ഒരു ഇതാണ്. ഒരു 2 ക്യൂനെ ഒരിക്കലും ഒരു റോയിലോ ഒരു കോളത്തിലോ ഡയഗണലായിട്ടോ വെക്കാൻ പാടില്ല. മനസ്സിലായി? 2 ക്യൂനെ ഒരു റോയിലോ ഒരു കോളത്തിലോ ഡയഗണലായിട്ടോ വെക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെ വരുമ്പം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു ട്രീ ഉണ്ടാക്കിയിട്ട് അത് എവിടെ വേണേ വെക്കാം എന്നുള്ള രീതിയിൽ, ഏത് കോളത്തിൽ വെക്കാം, എന്നിട്ട് അവിടെ നിന്നിട്ട് ഒരു കണ്ടീഷൻ പറഞ്ഞിട്ട് നമ്മൾ ബാക്ക് ട്രാക്ക്. അത് നമുക്ക് നടത്താം. ഓക്കെ.